അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والمرسلات غرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا إنما توعدون لواقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ويل يومئذ للمكذبين صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. അല്ലാഹു ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ഒരു പുതിയ സൂറത്തിന്റെ വിശദീകരണം, വൽ മുർസലാത്തി സൂറത്തിന്റെ വിശദീകരണമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഈ സൂറത്തിൽ മൊത്തം 50 ആയത്തുകളിൽ നിന്ന് അതിന്റെ ആദ്യ ഭാഗം 28 ആയത്തുകളാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. സൂറത്തുർ റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഒരുപാട് തവണ ആവർത്തിച്ചു വന്നതുപോലെ വൽ മുർസലാത്തി സൂറത്തിൽ വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ എന്ന ആയത്ത് 10 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. അത് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ ആദ്യ ഭാഗം ഇന്ന് നമുക്ക് വിശദീകരിക്കാം. മറ്റു പല സൂറത്തുകളെ പോലെ തന്നെ ഈ സൂറത്തും ആദ്യത്തെ ഏതാനും ആയത്തുകളിലൂടെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യത്തെ 3 ആയത്തുകളെ അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമായ കാറ്റിന്റെ
3 ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ആദ്യ ആയത്തുകളിൽ സത്യം ചെയ്ത് പറയുന്നത്. അതിനുശേഷം മലക്കുകളെ വെച്ചും അല്ലാഹു തആല സത്യം ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ താക്കീത് അത് സത്യമായിട്ട് പുലരുമെന്നുള്ള യാഥാർത്ഥ്യം കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി, ആ വിഷയം തെര്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുർസലാത്തി ഉർഫാ ഫൽ ആസിഫാത്തി അസ്ഫാ വൽ നാശിറാത്തി നശ്റാ വൽ മുർസലാത്തി ഉർഫാ. തുടരെയായി അയച്ചുകൊണ്ടിരിക്കുന്നവയെ തന്നെ സത്യം. ഫല്ലാശിഫാത്തി അസ്ഫാ. ശക്തിയായ രൂപത്തിൽ അടിച്ചു വീശുന്നവയെ തന്നെ സത്യം. വന്നാശിറാത്തി നശ്വാ. മേഘങ്ങളെ പരത്തിവിടുന്നവയെ തന്നെ സത്യം. ഇതാണ് 3 ആയത്തുകളിൽ കാറ്റിനെ വെച്ചാണ് അല്ലാഹു സത്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. തുടരെ വരുന്ന കാറ്റ്, അതിശക്തമായ രൂപത്തിൽ അടിച്ചു വീശുന്ന കാറ്റ്, മേഘങ്ങളെ പരത്തിവിടുന്ന കാറ്റ്. അള്ളാഹുവിന്റെ തിരുദൂതർ ഇതിനെ വിശദീകരിച്ച് അർറീഹു മിൻ റൗഹില്ല എന്ന് പറയുന്നുണ്ട്. കാറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അത് ചിലപ്പോ ശിക്ഷയെ കൊണ്ടുവരും, ചിലപ്പോ റഹ്മത്തിനെ കൊണ്ടുവരും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കാറ്റ് നല്ല രൂപത്തിൽ കിട്ടുന്ന ഒരു ഏരിയയാണെങ്കിൽ നമ്മൾ കാറ്റ് കൊള്ളാനായിട്ട് പുറത്ത് ഇറങ്ങിയിരിക്കാറുണ്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രൂപത്തിൽ, ശിക്ഷയുടെ രൂപത്തിൽ അല്ലാതെ അനുഗ്രഹത്തിന്റെ കാറ്റ് എല്ലാവരും ഇഷ്ടപ്പെടും. അത് വേണ്ടതുപോലെ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കാറ്റിന് വേണ്ടി ഫാന് മുതലായത് ഉപയോഗിക്കുന്നത്. എന്നാൽ അത് അദാബിനെ കൊണ്ടുവരും, അത് സമൂഹത്തിന് കൊണ്ടുവന്നതുപോലെ. അത്രത്തോളം ഇല്ലെങ്കിൽ ചെറിയൊരു കാറ്റ് അടിച്ചാൽ തന്നെ, അത്യാവശ്യം വലിയൊരു കാറ്റ് അടിച്ചാൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. ജീവിതത്തെ വല്ലാതെ അത് ബാധിക്കും. ശക്തമായി അടിച്ചു വീശുന്ന കാറ്റിന്റെ അവസ്ഥ അങ്ങനെ. മേഘങ്ങളെ പരത്തിവിടുന്ന കാറ്റിനെ തന്നെ സത്യം. ആ കാറ്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് മഴ വരുന്നത്. കാറ്റ് മേഘത്തെ ഇങ്ങനെ കൊണ്ടുവരാണ്, തെളിച്ചു കൊണ്ടുവരാണ്. ആ അനുഗ്രഹം ഖുർആനിൽ അല്ലാഹു വേറെ ആയത്തിലൂടെ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഏരിയയിൽ മഴക്കാറ് മൂടി അന്തരീക്ഷം മേഘാവൃതമായി, ഇപ്പോൾ മഴ പെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, കാറ്റടിച്ചു, കാര്യമായി ഒന്നും സംഭവിച്ചില്ല, ആ മഴക്കാറൊക്കെ എവിടെയോ നീങ്ങിപ്പോയി എന്ന് നമ്മൾ പറയും. നല്ല വരവ് വന്നു, നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ മേഘത്തെ കാറ്റ് ഇളക്കി മറിച്ച് കൊണ്ടുപോയി. അത് അല്ലാഹു ഉദ്ദേശം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ വേറെ എവിടെയോ അതുപോലെ മഴക്കാറ് വന്നത് ഇളക്കി മറിച്ച് നമ്മുടെ ഏരിയയിലേക്കും പടച്ചവൻ കൊണ്ടുവരുന്നുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല മുർസലാത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ അനുഗ്രഹത്തെ പറ്റി എടുത്തു പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല. ചിന്തിക്കണം. അള്ളാഹിന്റെ തൗഹീദ് ബോധ്യം വരാനാണ്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. പിന്നീട് വീണ്ടും അള്ളാഹു പറയാൻ, ഫൽഫാരിഖാതി ഫർഖാ ഫൽമുൽഖിയാതി ദിക്റാ ഉദ്റൻ ഔ നുദ്റാ. ഫൽഫാരിഖാതി ഫർഖാ. കാര്യങ്ങളെ വിവേചിച്ച് വേർതിരിക്കുന്നവയെ തന്നെ സത്യം. അതുകൊണ്ട് ഉദ്ദേശം മലക്കുകളാണ്. ഫൽമുൽഖിയാതി ദിക്റാ ഉദ്റൻ ഔ നുദ്റാ. ഒടികടിവ് നീക്കുന്നതിനും അല്ലെങ്കിൽ താക്കീതിനു വേണ്ടിയും ഉത്ബോധനത്തെ ഇട്ടുകൊടുക്കുന്നവയെ തന്നെ സത്യം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്
വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആ ജിബ്രീൽ എന്ന മലക്കിനോടുകൂടെ വേറെ ഒരുപാട് മലക്കുകൾ അകമ്പടി സേവിക്കും. അത് വിശുദ്ധ ഖുർആൻ കുറ്റമറ്റതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികിലും അതുപോലെ മലക്കിന്റെ ചുറ്റുഭാഗത്തും വേറെ മലക്കുകൾ അകമ്പടി സേവിക്കും. അതേപോലെ തന്നെ ചില ആയത്തുകൾക്ക്, ചില സൂറത്തുകൾക്ക് 10,000-കണക്കിന് മലക്കുകൾ സ്പെഷ്യലായിട്ട് അകമ്പടി സേവിക്കും. അൻആം സൂറത്തിറങ്ങിയതുപോലെ, സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചതുപോലെ. അതുപോലെ 40,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ഇറങ്ങിയ ആയത്തുകളുണ്ട്. 70,000 മലക്കുകളുടെ, 80,000 മലക്കുകളുടെ ഒക്കെ അകമ്പടിയോടുകൂടെ വചനങ്ങൾ ഇറങ്ങുന്നുണ്ട്. താക്കീതിന് വേണ്ടിയിട്ട്, ഒടികഴിവ് നീക്കുന്നതിന് വേണ്ടി ഉത്ബോധനത്തെ ഇട്ടുകൊടുക്കുന്നവയെ തന്നെ സത്യം. നമ്മളുടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതിനൊരു കാരണം പറയണ്ടോ? ഒഴിഞ്ഞു മാറാൻ എന്തെങ്കിലും ഒരു കാരണം പറയും. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ചിലപ്പോൾ പച്ച കളവായിരിക്കുക പറയുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി പറയാം, തൽക്കാലം ഓട്ടയടക്കാൻ വേണ്ടി പറയാം. എന്നാൽ അങ്ങനെ ഒഴികഴിവ് പറയാനുള്ളൊരവസരത്തെ ഇല്ലാതെയാക്കാണ് എന്ത് പരിശുദ്ധ ഖുർആൻ. ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാനുള്ളൊരവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള അവസരം ഉള്ളവരുണ്ട്, അഹ്റാഫിന്റെ ആൾക്കാർ. ഇപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം അറേബ്യയിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ പ്രവാചകന്മാരില്ലാതെ പോയിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ അള്ളാഹു ആ കാര്യം പറയുന്നു. അവർ ശിക്ഷിക്കപ്പെടൂല, കാരണം അവർക്ക് സന്ദേശം കിട്ടിയിട്ടില്ല. അപ്പൊ അവരെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും എന്ന് പറഞ്ഞ് വേർതിരിക്കുമ്പോൾ ഇവരെങ്ങനെ മാറ്റി നിർത്തും, പിന്നെ സ്വർഗത്തിൽ കടത്തും. പ്രവാചകന്മാർ വരാത്തൊരു കാലഘട്ടത്തിൽ, മുറിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയവരാണ് അവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒഴിയഴിവ് പറയാൻ നമുക്ക് അവസരം ഉണ്ടാവില്ല. കല്യാണത്തിന് എന്തുകൊണ്ട് വന്നില്ല, ഒഴിയഴിവ് പറയാം, എന്തെങ്കിലും ഒരു ന്യായം പറയും. ചിലപ്പോൾ അത് കളവായിരിക്കും. പരീക്ഷയിൽ തോറ്റാൽ കുട്ടികൾ എന്തെങ്കിലും അതിനൊരു കാരണം കണ്ടെത്തും. മദ്രസയിലെ പരീക്ഷയിൽ തോറ്റതാണെങ്കിൽ നമ്മളെ മദ്രസയിലേക്ക് വന്ന സൂപ്പർവൈസർ അയാള് ചോദ്യം വായിച്ചു തന്നപ്പോ മനസ്സിലായില്ല എന്ന് പറയും. അതിന്റെ അർത്ഥം ഉത്തരത്തിന്റെ ഒരു തരി കിട്ടിയില്ല അയാൾ വായിച്ചു തന്നപ്പോ എന്നാണ്. ചോദ്യം എന്താണ് തിരിഞ്ഞാലും കുട്ടികൾ ഉസ്താദന്മാരോട് ചോദിക്കും, എന്ത് ഉസ്താദ് ഈ ചോദ്യം എന്താ? ഉസ്താദ് ചോദ്യം കൃത്യമായിട്ട് വായിച്ചു കൊടുക്കും. അപ്പൊ ഈ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഈ ചോദ്യം വായിച്ചു കൊടുക്കുമ്പോൾ ഉത്തരത്തിന്റെ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അറിയാനാണ്. പിന്നെ ഉസ്താദിനായി പ്രശ്നം. ഇതൊക്കെ സാധാരണ നമ്മൾ കാണാറുള്ള സംഗതിയാണ്. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആണ്. എന്നാൽ നാളെ പരലോകത്ത് ഒരു കാരണവശാലും അതിനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. അത് അല്ലാഹു തആല ബ്ലോക്ക് ചെയ്യാം. അതിനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. മാത്രമല്ല താക്കീദിന് വേണ്ടിയിട്ടാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്, അള്ളാഹു വാണിംഗ് നൽകുക. അതിന് ഈ വചനങ്ങൾ നബിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മലക്കുകളാണ്. നബി മുഖേന നമ്മിലേക്ക് എത്താം. ഇതാണ് ഖുർആൻ പറയുന്നത്, ഫൽഫാരിഖാതി ഫർഖാ ഫൽമുൽഖിയാതി ദിക്റാ ഉദ്റൻ ഔ നുദ്റാ. ഒഴികഴിവ് നീങ്ങതിനു വേണ്ടിയും താക്കീദിനു വേണ്ടിയും ഉത്ബോധനത്തെ ഇട്ടുകൊടുക്കുന്നവയെ, കാര്യങ്ങളെ വേർതിരിച്ച് വിവേചിക്കുന്നവയെ തന്നെ സത്യം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫാറൂഖാകാൻ കാരണം എന്താ? സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു എന്നാണ്. നബുവത്തിന്റെ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നബുവത്ത് ലഭിച്ച ഉടനെ മക്കയിൽ കഠിനമായ പ്രയാസങ്ങളായിരുന്നു അള്ളാഹിന്റെ തിരുദൂതർക്ക് നേരിട്ടത്. അപ്പൊ ഈ ഖുർആന്റെ വചനങ്ങൾ പരസ്യമായിട്ട് ഓതാൻ പറ്റിയിട്ടില്ലായിരുന്നു. ശത്രുക്കൾ പ്രകോപിതരാകും. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷമാണ് പരസ്യമായിട്ട് ഓതാനുള്ള ഒരു അവസരം ലഭിച്ചത്. ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ സാന്നിധ്യം അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വല്ലാതെ ധൈര്യം നൽകി, ആത്മധൈര്യം നൽകി. ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ ഇത് പരസ്യപ്പെടുത്തണ്ടേ? അതെ ഉമറെ, പരസ്യപ്പെടുത്തണം. പക്ഷെ സാഹചര്യം ശരിയായിട്ടില്ല.
പക്ഷെ ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാരണം ഇത് പരസ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം അത്രക്കും ധീരനായിരുന്നു. ശത്രുക്കൾക്കറിയാം അദ്ദേഹത്തിന്റെ കഴിവ്, അതുകൊണ്ട് അവരൊന്ന് അടങ്ങി. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ ഈ ഉത്ബോധനം, അള്ളാഹുവിന്റെ അറിയിപ്പുകൾ, അവന്റെ കൽപ്പനകൾ, ഇത് സത്യാസത്യ വിവേചനമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല ഒട്ടേറെ ആയത്തുകളിലൂടെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്തിനാണ് പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കിയത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ജനങ്ങൾക്ക് മുഴുവനും ഇത് വഴികാട്ടിയാണ്. മാത്രമല്ല അതോടുകൂടെ വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഇത് സത്യാസത്യ വിവേചനമാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇവിടെ അല്ലാഹു തആല ആദ്യത്തെ 5 ആയത്തുകളിലൂടെ സത്യം ചെയ്ത് പറയണം. ആദ്യത്തെ 3 ആയത്തുകളിൽ കാറ്റിനെ സംബന്ധിച്ചും പിന്നീട് മലക്കുകളെ സംബന്ധിച്ചും. എന്നിട്ട് എന്താ സ്ഥിരപ്പെടുത്തുന്നത്? ഇന്നമാ തുഅദൂന ലവാഖിഅ്. അല്ലാഹു പറയുന്നു, ഇന്നമാ തുഅദൂന ലവാഖിഅ്, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ ഒരു താക്കീതുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു തകർച്ചുണ്ട്, എന്നിട്ടൊരു ഉയർത്തിയെഴുന്നേൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനു മുമ്പ് ദുന്യാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ ശിക്ഷ ലഭിക്കും, ഖബറിൽ നിന്ന് ശിക്ഷ ലഭിക്കും, നാളെ പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കും. ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മർറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം. 2 പ്രാവശ്യം ശിക്ഷിക്കും, പിന്നെ മഹാശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുന്നു. അപ്പൊ 2 പ്രാവശ്യം ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് ദുന്യാവിലെ ശിക്ഷ, രണ്ടാമത്തത് ഖബറിലെ ശിക്ഷ, പിന്നെ വലിയ ശിക്ഷ എന്ന് പറയുന്നത് അത് നാളെ ഖിയാമത്ത് നാളിൽ വേർതിരിക്കും, സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക്. എന്നിട്ട് പിന്നെ മഹാശിക്ഷ നരകത്തിൽ വേറുണ്ട്. ഈ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറയുന്നത് അത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ശരിക്കും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ അതിന് വരട്ടെ. ആ താക്കീത് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് ഇവർ ധൃതി പിടിച്ച് ചോദിക്കുമായിരുന്നു. അതിനെപ്പറ്റി ഖുർആനിൽ ഹജ്ജ് സൂറത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയസ്തഅ്ജിലൂക ബിൽ അദാബി വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, അവർ ശിക്ഷയെ അങ്ങയോട് ധൃതി പിടിച്ച് ചോദിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞല്ലോ താക്കീത് ചെയ്യപ്പെട്ടത് വരിക തന്നെ ചെയ്യും. അപ്പൊ ഇവർ പറയാണ്, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഒന്ന് കാണിച്ചുകൊണ്ടാ, ആ ശിക്ഷ ഞങ്ങളൊന്ന് കാണട്ടെ. ഇവർ പറയാം, വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു, അല്ലാഹു തന്റെ വാഗ്ദത്തത്തെ ഒരിക്കലും ലംഘിക്കുകയില്ല. അല്ലാഹു പറയാണ്, അങ്ങയോട് നബിയെ അവർ എവിടെ ശിക്ഷ, അതിനെ ധൃതി പിടിച്ച് ചോദിക്കും. ഇത് വരട്ടെ എന്ന് പറയും. അവരോട് പറഞ്ഞു കൊടുക്കണത്, അല്ലാഹു തന്റെ വാഗ്ദത്തം ഒരിക്കലും എന്റെ ഇതിൽ ലംഘിക്കൂല. ഒരു വാക്ക് പറഞ്ഞാൽ സംഭവിക്കണേ. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. തീർച്ചയായിട്ടും നിന്റെ രക്ഷിതാവിന്റെ അരികെ ആ ദിവസം നിങ്ങൾ ഇന്ന് എണ്ണുന്ന 1000 വർഷത്തെ, അള്ളാഹു പറയാണ്, അന്നത്തെ ഒരു ദിനം ഇന്നത്തെ 1000 വർഷത്തിന്റെ ദൈർഘ്യമായിരിക്കും. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ ശിക്ഷ വരട്ടെ എന്ന്. അന്നത്തെ ആ ശിക്ഷയുടെ ഗൗരവം കാരണം ഈ ആളുകൾക്ക് അന്ന് തോന്നും ഇന്നത്തെ 1000 വർഷത്തിന്റെ നീളം അന്നത്തെ ഒരൊറ്റ ദിവസത്തിനുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടല്ല, അത് ആ ശിക്ഷയുടെ ഗൗരവം കൊണ്ട് തോന്നുന്നു. ഒരു നേരിയ രൂപത്തിൽ ഒരു പല്ലുവേദന ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉറങ്ങും. കഠിനമായ രൂപത്തിൽ പല്ലുവേദന ആണെങ്കിൽ അന്ന് ഉറങ്ങൂല. അപ്പൊ നമുക്ക് തോന്നിപ്പോവും രാത്രിക്ക് ഭയങ്കര നീളാണ്. സുഖമായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങുന്ന ആള് ഇതറിയില്ല. അപ്പുറത്തെ റൂമിൽ സുഖമായിട്ട് സ്വപ്നം കണ്ട് ഒരാൾ ഉറങ്ങുന്നുണ്ട്, അയാൾ ഇത് അറിയുന്നില്ല. അയാൾക്ക് പരാതി, രാത്രി തീരെ സമയം കിട്ടുന്നില്ല, വേഗം തീരുകയാണ്.
അയാൾ 8 മണിക്കൂർ ഉറങ്ങിയത് അറിഞ്ഞില്ല. ഇയാള് ഒരു അരമണിക്കൂർ വേദന സഹിക്കാൻ കഴിയാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെരുകിനെ കൂട്ടിലിട്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. ഇയാളെ ബുദ്ധിമുട്ട് ഇയാൾക്കെല്ലാം അറിയുള്ളൂ. ഇയാൾക്ക് അസൂയ തോന്നും അപ്പുറത്തി റൂമെന്ന് കൂർക്കമലി കേൾക്കുമ്പോൾ. ആരെങ്കിലൊക്കെ മരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് രാത്രിയുടെ നീളം അറിയാം. അല്ലെങ്കിൽ നമുക്ക് പരാതിയാണ്, എത്ര എളുപ്പ സമയം പോകും. ഇതേപോലെ കൂട്ടി നോക്കും. 1000 വർഷത്തിന്റെ നീളമുണ്ടാകുമെന്ന് ഇവിടെ പറയുമ്പോൾ മഅാരിജ് സൂറത്തിൽ പറയുന്നത് 50,000 വർഷത്തിന്റെ നീളം എന്നാണ്. വൈരുദ്ധ്യമല്ല, അത് തെറ്റുകൾക്കനുസരിച്ചാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്ക് ഭയങ്കര പ്രശ്നമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്ക് അന്നത്തെ ഒരു ദിവസം, ശ്രദ്ധിക്കണം, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്ക് അന്നത്തെ ഒരു ദിവസം ഇന്നത്തെ 50,000 വർഷത്തിന്റെ നീളം ഉണ്ടാവും. CA പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു കഴിഞ്ഞ ഈ ആഴ്ചയിൽ. പഠിക്കാൻ തോന്നുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല, നിർത്തിയാലോ? ഞാൻ പറഞ്ഞു, മോനെ നിർത്തണ്ട, എങ്ങനെയെങ്കിലും തീർന്നാൽ പിന്നെ വരുമാനം അങ്ങനെ വന്നുകൊണ്ടെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചാല് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു, സുബഹി നിസ്കരിക്കലില്ല, ബാക്കിയൊക്കെ നിസ്കരിക്കലുണ്ട്. അന്വേഷിച്ചു, മോനെ സുബഹിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് രാത്രി കുറെ എഴുതാനൊക്കെ ഉണ്ടാവും, വളരെ വൈകിയാണ് കിടക്കല്, പിന്നെ സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയൂല. ചോദിച്ചു, മോനെ അലാറം വെച്ചാൽ പോരെ ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, അത് കഴിയൂല, നമുക്ക് അറ്റൻഡറായിട്ട് പറയാം ഉള്ള സത്യം. ഞാൻ പറഞ്ഞൊരു കാര്യം ചോദിച്ചു, മൊബൈൽ ഓഫാക്കരുത്, സുബഹിക്ക് ഞാൻ വിളിച്ചുകൊണ്ടാണ്, ഞാൻ നമ്പറൊന്ന് തന്നാൽ മതിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ അലാറം വെക്കലുണ്ട്, അത് പിന്നെ ആ ഉറക്കത്തിനാണ് ഓഫാക്കലാണ്. നിങ്ങൾ വിളിക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സംഭവം നമുക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. ഞാൻ ദ്വാരക്കും വേണോ പരീക്ഷയിൽ ജയിക്കാൻ. ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് നിനക്കൊരു അറ്റാക്ക് ഉണ്ടായിട്ട്, ഒരു നെഞ്ചുവേദന ഉണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറയാണ്, വ്യായാമത്തിന്റെ കുറവാണ് ഇപ്പോൾ പ്രശ്നം, അതുകൊണ്ട് നാളെ കാലത്ത് ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് ഒരു 3 കിലോമീറ്ററെങ്കിലും നിർബന്ധമായിട്ട് നടക്കണം, ഇല്ലെങ്കിൽ അടുത്ത 2 വേദന ഉടനെ വരും, അടിച്ചു പോവും എന്ന് ഡോക്ടർ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞാൽ നാളെ രാവിലെ എത്ര നേരം വൈകി കിടന്നാലും 4 മണിക്ക് എഴുന്നേൽക്കുമെന്ന് ചോദിച്ചാൽ അതിലൊരു ശരി, ഞാൻ നിസ്കരിച്ചുകൊണ്ട് കാണണം. വെറുതെ പറയാണ്ട് സഹോദര, കഴിയൂല അറിയൂല എന്നൊക്കെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. ഇതിപ്പോ ഈ ആഴ്ചയിൽ ഒരു കുട്ടി പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, ചെറിയ കുട്ടിയല്ലല്ലോ ഇത്. വളരെ ശ്രദ്ധിക്കണം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം. കാരണം നിസ്കാരം 5 നേരം ഒഴിവാക്കിയാൽ അവനിക്ക് നാളെ ലഭിക്കുന്ന ശിക്ഷ കാരണം അവനിക്ക് തോന്നിപ്പോകും അന്നത്തെ ഒരു ദിവസം ഇന്നത്തെ 50,000 വർഷമാണെന്ന്. അത്ര നീളണ്ട്, അത്രക്കും വലിയ അദാബാണെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ അതേ സമയത്ത് ചില ആളുകൾക്ക് ഇന്നത്തെ 1000 വർഷത്തിന്റെ നീളാണ് അന്നത്തെ ഒരു ദിവസത്തിൽ തോന്നുക. അത് ആദ്യം പറഞ്ഞ അത്ര തന്നെ ഗൗരവമില്ലാത്തവനാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് അവർ ശിക്ഷയെ ഇങ്ങനെ ധൃതി പിടിച്ച് ചോദിക്കും. എന്നാൽ അതേ സമയത്ത് ആ ശിക്ഷ വരുമെന്ന് നബിയെ താങ്കൾ അവരോട് പറയുക, അത് വന്നാൽ അന്നത്തെ ഒരു ദിവസത്തിന് ഇന്നത്തെ അവർ കണക്കാക്കുന്ന 1000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും. അതുതന്നെയാണ് ഇവിടെയും ഒറ്റവാക്കിൽ സൂചിപ്പിക്കുന്നത്, സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, ഇന്നമാ തുഅദൂന ലവാഖിഅ, തീർച്ചയായും അവരോട് താക്കീത് ചെയ്യപ്പെട്ടത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അത് എന്തായിരുന്നാലും സംഭവിക്കും, അത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മനുഷ്യന്മാർ അതിനെപ്പറ്റി അശ്രദ്ധവാന്മാരാണെന്ന്. ഇനി അത് വരുന്ന ആ ദിവസത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഏതാനും കാര്യങ്ങൾ പറയാം. ഫഇദൻ നുജൂമു തുമിസത് وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. അല്ലാഹു പറയുന്നു, فإذا النجوم طمست, നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശം മായ്ക്കപ്പെട്ടാൽ, ആകാശം പിളർത്തപ്പെടുകയും ചെയ്താൽ, പർവ്വതങ്ങൾ അത് പൊടിക്കപ്പെടുകയും ചെയ്താൽ,
പ്രവാചകന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ലി അയ്യി യൗമിൻ ഉജ്ജിലത്, ഏതൊരു ദിവസമാണ്, ഏതൊരു ദിവസത്തിലേക്കാണ് അവധി നിശ്ചയിക്കപ്പെട്ടത്, ലി യൗമിൽ ഫസ്ൽ, അത് തീരുമാനത്തിന്റെ ദിവസമാണ്. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ, തീരുമാനത്തിന്റെ ദിനമെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിവ് ലഭിച്ചതെന്താണ് നബിയെ? വൈലി യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, സത്യത്തെ വ്യാജമാക്കുന്ന ആളുകൾക്ക് അന്നേ ദിവസം വമ്പിച്ച ശിക്ഷയുണ്ട്. ഇവിടെ ഈ അള്ളാഹു താക്കീത് ചെയ്ത ദിവസം ഏതാണ് എന്നാണ് അതിന്റെ അവസ്ഥ പറയാണ്. നക്ഷത്രങ്ങൾ മായ്ക്കപ്പെടുന്ന, നക്ഷത്രങ്ങൾ ആകാശത്ത് വാരി വിതറിയ വിളക്കുകളെപ്പോലെ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു. പരകോടി നക്ഷത്ര കൂട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഇപ്പൊ ഭൂമിയിൽ നിന്നൊരു 650 കിലോമീറ്റർ മുകളിലായി ഭ്രമണപഥത്തിൽ ഇന്ത്യ അയച്ച റോക്കറ്റ് എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇനി അത് ഒരുപാട് ഒരു 5 കൊല്ലത്തിനിടയിൽ നക്ഷത്രങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് നൽകുമെന്നാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മൾ അമേരിക്കയോടും റഷ്യയോടും ജപ്പാനോടും യൂറോപ്യൻ യൂണിയനോടും നമ്മളിപ്പോൾ കടപിടിക്കുന്ന രൂപത്തിൽ നമ്മൾ എത്തി എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. നക്ഷത്രങ്ങൾ, ഒരുപാട് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ വലുപ്പമുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള കോടാനകോടി നക്ഷത്രങ്ങൾ. അപ്പൊ പ്രവിശാലമായ ആകാശം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ പറയുന്നത് വൈദസ്സമാഉ ഫുരിജത്, തുടർന്ന് അള്ളാഹു പറയുന്നു വൈദസ്സമാഉ ഫുരിജത്, ആകാശം പിളർത്തപ്പെടുകയും ചെയ്താൽ കോടിമുട്ടയുടെ തോട് പോലൊക്കെ തോന്നും നമുക്ക് ആകാശം കണ്ടാൽ. എവിടെ നിന്ന് നോക്കുമ്പോഴും ഒരു കുബ്ബ പോലെ തോന്നും, നമുക്ക് കുബ്ബ പോലെ തോന്നും. നമ്മൾ നിൽക്കുന്ന ഭാഗം ആകാശം കുറെ ഉയരത്തിലും പിന്നെ അവിടെ തട്ടി മറ്റൊടത്ത് തട്ടി 4 ഭാഗങ്ങളിൽ തട്ടി നിൽക്കുന്നു എന്ന് തോന്നിപ്പോ. എവിടെ നിന്ന് നോക്കിയാലും അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നു. ഈ വിശാലമായ ഒരു തൂണ് പോലും നമ്മുടെ കാഴ്ചയിൽ ഇല്ലാതെ അല്ലാഹു തആല ഒരു മേൽത്തട്ട് പോലെ, ഒരു വീടിന്റെ മേൽത്തട്ട് പോലെ ഉയർത്തിയ വിശാലമായ ഈ ആകാശം വളരെയധികം ബലിഷ്ഠമാണ്. ഒരു ന്യൂനതയും നിങ്ങൾക്ക് ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ കാണാൻ കഴിയില്ല എന്ന് തബാറക സൂറത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആകാശം പിളർത്തപ്പെടുമെന്നാണ് മറ്റായത്തിൽ പറയുന്ന. ഒട്ടേറെ വാതിലുകളുള്ള അവസ്ഥയിലേക്ക് ആകാശം വരും, ആകെ പൊളി. പിന്നീട് അള്ളാഹു പറയുന്നത് വഇദൽ ജിബാലു നുസിഫത്, വഇദൽ ജിബാലു നുസിഫത്, പർവ്വതങ്ങൾ പൊടിക്കപ്പെടുകയും ചെയ്താൽ. പർവ്വതം എന്ന് പറയുമ്പോൾ വെറും മണ്ണും ചെറിയ കല്ലും മാത്രം വിചാരിക്കരുത്. ഉറച്ച പാറകൾ പർവ്വതങ്ങളിലുണ്ട്, ഭൂമിക്ക് ആണിയടിച്ചതുപോലെ. എന്നാൽ ഈ ഭീമാകാരമായ പർവ്വതങ്ങളെ അല്ലാഹു തആല പൊടിപൊടിയാക്കുന്നതാണ്. ധൂളികളെപ്പോലെ അതിങ്ങനെ പാറിപ്പോ, ഒന്നുമല്ലാതായി. ഈ ഉറച്ച പർവ്വതങ്ങളൊന്നുമല്ല, ഭൂമിക്ക് വിശാലത കൂടിയതുപോലെ അനുഭവം. മാത്രമല്ല പ്രവാചകന്മാർ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. പ്രവാചകന്മാർ മാത്രമല്ല, പക്ഷെ പ്രവാചകന്മാർ വരെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ള പ്രവാചകന്മാരൊക്കെ അവിടെ വരും. അവർക്ക് പണിയുണ്ട്, ഡ്യൂട്ടി ഉണ്ട്. അവർ ഓരോ സമുദായത്തിനും കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തോ അതാത് കാലഘട്ടത്തിൽ അവരോട് ചോദിക്കും. നമ്മുടെ നബിയോട് ചോദിക്കും, ഇബ്രാഹിം നബിയോട് ചോദിക്കും, ഇസ്മായിൽ നബിയോട് ചോദിക്കും, എല്ലാ നബിമാരോട് ചോദിക്കും. ഓരോ നബിമാരും അതാത് കാലഘട്ടത്തിൽ ജനങ്ങൾക്കും എത്തിച്ചു കൊടുത്തു എന്നതിന് അവർ സാക്ഷിയാകും. മൊത്തത്തിൽ നമ്മുടെ നബി സാക്ഷിയാകും. ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നബി വല്ലാതെ കരഞ്ഞിരുന്നു അത്രേ. ഖുർആനിൽ മറ്റൊരായത്തുണ്ട്, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഈ ആയത്താണ് പ്രവാചകരെ വല്ലാതെ കരയിപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. നബിയുടെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം ഖുർആൻ ഓതിയത്. സൂറത്ത് നിസാ 40 വചനങ്ങൾ ഓതി. 41ാമത്തെ ആയത്ത് ഓതലോടുകൂടെ പ്രവാചകർ വല്ലാതെ കരഞ്ഞു. ഇടറിയ ശബ്ദത്തോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹസ്ബുകൽ ആന യബ്ന മസ്ഊദ്. ഇബ്നു മസ്ഊദ് തൽക്കാലം മതി, നിർത്തൂ എന്ന് പറഞ്ഞു. വലിയ താല്പര്യത്തോടെ ആ സ്വഹാബിയോട് ഓതാൻ പറയുകയും
നബിയെ, അങ്ങേക്കല്ലേ ഖുർആൻ അവതരിച്ചത്, ഞാൻ എന്തിന് അങ്ങേക്ക് ഓതി തരണമെന്ന് അദ്ദേഹം നബിയോട് ചോദിച്ചതാ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞെന്താ, ഇന്നി ഉഹിബ്ബുൻ അസ്മഉഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് ഓത്ത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇബ്നു മസ്ഊദ്, അതുകൊണ്ട് താങ്കൾ ഓതൂ. അദ്ദേഹത്തിന് നല്ല ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാഇന്റെ ആദ്യം മുതൽ ഇങ്ങനെ ഓതി. 41-ാമത്തെ ആയത്താണ് ഏത്? ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹാഉലാഇ ഷഹീദാ. അനിയന്ത്രിതമായിട്ട് കരച്ചിൽ വന്നതുകൊണ്ടാണ് നബി തങ്ങൾ ഈ ആയത്തെത്തിയപ്പോൾ ഓത്ത് നിർത്താൻ ആവശ്യപ്പെട്ടത്. ഇതിന്റെ ബാക്കിയാണത്. ഫൈദർ റുസുലു, അല്ലാഹ് പറഞ്ഞില്ലേ, വൈദർ റുസുലു ഉഖിതത്, പ്രവാചകന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, അള്ളാഹു പറയുന്നതാണ് ഫകൈഫ, എന്തായിരിക്കും നബിയെ അവസ്ഥ? ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ ഉമ്മത്തിനും ഓരോ സാക്ഷികളെ നാം കൊണ്ടുവരും. ഇത് പ്രവാചകന്മാരാണ്. വജിഇനാ ബിക അലാ ഹാഉലാഇ ഷഹീദാ, ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് നബിയെ താങ്കളെയും നാം കൊണ്ടുവരും. നബിനെ പേടിച്ചുപോയി. നബിക്കൊന്നും ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. അള്ളാന്റെ തിരുദൂതർക്ക് ഒന്നും പേടിക്കാനില്ല. ദുനിയാവിലെ ആഖിറത്തിലെയും നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ തിരുദൂതർ നേതാവല്ലേ? അവിടെ കൊടി പിടിക്കുന്നത് അള്ളാന്റെ തിരുദൂതരാ. എല്ലാവർക്കും നേതാവാണ്. റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം പോലും അള്ളാഹു കൊടുത്തിട്ട് ആ നബിതങ്ങളാണ് നബിയെ താങ്കളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ കരയുന്നത്. നിങ്ങളെ അവസ്ഥ ആലോചിച്ചു നോക്കി. മുർസലാത്തി സൂറത്ത് നമ്മൾ വളരെ ചിന്തിക്കണം. മുർസലാത്തി സൂറത്തിനെ പറ്റി നല്ല ചിന്ത വേണം. വളരെയധികം ഗൗരവത്തിലെടുക്കണം. ഇത് നമ്മളിങ്ങനെ ഒടുക്കമട്ടിൽ കേട്ടാലോ പറഞ്ഞാലോ പോരാ. അള്ളാഹു പറയുന്നത് വഇദർ റുസുലു ഉഖിതത്, പ്രവാചകന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ഏതാണ് ആ ദിവസം? എന്നാണത്? ലി അയ്യി യൗമിൻ നുജ്ജിലത് ലിയൗമിൽ ഫസ്ൽ വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അവര് നിശ്ചയിക്കപ്പെട്ട ദിവസം. അള്ളാഹു പറയാൻ തീരുമാനത്തിന്റെ ദിനമാണത്. എല്ലാം തീരുമാനമാകലെന്ന ദുന്യാവിൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനമാകാതെ പോകും. ഉത്തർപ്രദേശിൽ നമ്മുടെ ഒരു സഹോദരൻ അടിച്ചു വന്നത് കണ്ടില്ലേ? തീരുമാനാകാതെ ഒരുപാട് കാര്യങ്ങൾ പോകും. എത്രയോ നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ സഹോദര, എല്ലാം തീരുമാനിക്കപ്പെടാൻ, കൃത്യമായ തീരുമാനം, സത്യസന്ധമായ തീരുമാനം വരാൻ പരലോകം അത്യന്താപേക്ഷിത. അതുകൊണ്ടാണ് അള്ളാഹു താല അങ്ങനെ സംവിധാനിച്ചത്. അതുകൊണ്ടുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ ജീവിതത്തിന് അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ പരലോകം വേണം, അല്ലേ? പരലോകമല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വേണമെങ്കിൽ എന്തായിരുന്നാലും പരലോകം വേണം. ഇപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഗത്യന്തരല്ലെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്ത് മരിക്കലുണ്ടല്ലോ. ഷഹീദാകല് വലിയ കൂലിയാണ്. പക്ഷെ ഷഹീദായ ഒരാൾക്ക് ദുന്യാവുന്ന അതിന്റെ പേരിൽ ഒന്നും കിട്ടുന്നില്ല. എന്താ കാരണം? ഷഹീദാകലോടുകൂടെ അവസാന ശ്വാസവും ആണ് പിരിയലോടുകൂടെ ദുന്യാവ് തീർന്നു. ഷഹീദാകലോടുകൂടെ ഒരാൾ മരിക്കലോടുകൂടെ ദുന്യാവ് കഴിഞ്ഞല്ലോ, പിന്നെ ആഖിറത്തിലേക്ക് കടന്നു. അപ്പൊ അയാൾക്ക് അതിന്റെ പേരിൽ ഇവിടുന്ന് ഒന്നുമില്ല. ഷഹീദാകുക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്, ദുന്യാവ് കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തായിരുന്നാലും പരലോകം വേണം. ഇതേപോലെ തന്നെ അനീതി കാണിച്ച ഒരുപാട് ആളുകൾ അംഗബലത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ സമ്പത്തിന്റെ പളപളത്തിൽ അവര് നീതിയുടെ മുന്നിൽ, കോടതിയുടെ മുന്നിൽ ഒരു പക്ഷെ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ വിലസുന്നുണ്ട്. സഹോദര, കണക്ക് പറഞ്ഞ് ഇവർക്കൊക്കെ ശിക്ഷ ലഭിക്കണമെങ്കിൽ പരലോകം വേണം. ഇനി ഇവിടെ ശിക്ഷ കൊടുത്താൽ തന്നെ അതിനൊരു പരിധിയുണ്ട്. 100 പേരെ കൊന്ന ആളെ ഒരു വട്ടം കൊല്ലാം, അത്രേ കഴിയുള്ളൂ. 99 പേരെ കൊന്നതിന് അയാളെ 99 പ്രാവശ്യം ഇനി കൊല്ലാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ വിചാരിച്ചാലും ചാവൽ ഒറ്റവട്ടമേ നടക്കും. അതുകൊണ്ട് എന്തായിരുന്നാലും പരലോകം വേണം. 1,00,000 പ്രാവശ്യം കൊല്ലാൻ അവിടെ സാധിക്കും. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് എത്ര പേരെ കൊന്നു? അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ അത്ര പ്രാവശ്യം കൊല്ലണമെങ്കിൽ പരലോകം തന്നെ വേണം, അല്ലെങ്കിൽ കഴിയൂല. അതുകൊണ്ടാണ് തീരുമാനമാകുമെന്ന് പറഞ്ഞത്. മാത്രമല്ല മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അവർ ചെയ്ത, അള്ളാഹിന്റെ പ്രീതി മോഹിച്ച് ചെയ്ത ഓരോ അമലുകളും മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പക്ഷേ നിസ്സാരമാകും. ളുഹറിന് ജമാഅത്തിന് ഓടി വരുന്ന ആള്,
അത് കഴിഞ്ഞ് ഇശാന്റെ ജമാഅത്തായപ്പോ വേഗത്തിൽ പള്ളിയിലേക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ ഓടി വരുന്ന ഒരാള് ഇത് കാണുമ്പോ ചിലപ്പോ അപ്പുറത്തൊരാള് ചിരിക്കും. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. സഹോദര, അയാളറിയില്ല ഇയാളുടെ വര പള്ളിയിലേക്ക് വരുന്നത് ഒരാള് പതിവാക്കുന്നത് നിങ്ങൾ കണ്ടാൽ അയാൾക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ തിരുദൂതർ പറഞ്ഞതാ. നമുക്ക് ധൈര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾക്ക് മുഴുവനും യഥാർത്ഥത്തിൽ എന്ത് വേണം? നാളെ പരലോകം വരണം, എന്നാലേ നീതി നടപ്പിലാകൂ, അന്ന് എല്ലാം തീരുമാനമാകും. പക്ഷെ കള്ളത്തിന് വേണ്ടി സത്യം ചെയ്യുന്ന എത്രയോ ആളുകളില്ലേ? അല്ലെ, തീരുമാനാവൂല അല്ലെ? ഒരു വിഷയത്തിലിപ്പോ തീരുമാനം ആകാൻ വേണ്ടിയിട്ടാണ് സത്യത്തിന് വെക്കുന്നത്. ഒരാള് മറ്റൊരാളുടെ 10,000 രൂപ കട്ടെടുത്തു, എന്നിട്ട് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേയാൾക്ക് ഇവനാണത് എടുത്തതെന്നുള്ള കാര്യം ഉറപ്പാണ്, ഇവനും അറിയാം. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു, എടുത്തിട്ടില്ല. അവസാനം നോക്കൂ, ഖാദിയുടെ അരികിലേക്ക് സത്യത്തിന് വെച്ചു. ഖാദി വിളിച്ചിട്ട് അവരോട് പറയും, പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ആളോട് പറയും, മോനെ എടാ സത്യം തുറന്നു പറഞ്ഞോളാ. ഇല്ല ഉസ്താദേ, ഞാൻ സത്യം ചെയ്ത് പറയാം, ഞാൻ പഠിച്ചവനെ വെച്ച് സത്യം ചെയ്യും, ഞാൻ അവന്റെ 10,000 എടുത്തിട്ടില്ല. ഓ, അവനാണ് എടുത്തത്. എടാ സത്യം എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കളിയല്ല, എനിക്കറിയാം ഉസ്താദേ, ഞാൻ സത്യം ചെയ്യാൻ തയ്യാറാണ്, ഞാൻ അവന്റെ പൈസ എടുത്തിട്ടില്ല. മറ്റവൻ പറയുന്നു അവനെന്നെയാണ് ഉസ്താദെ എടുത്തത്. എന്നാ പിന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ പള്ളിയിലേക്ക് വരും. എടുത്തിട്ടില്ല എന്ന് പറയുന്ന ആൾ കൂളായിട്ട് പള്ളിയിലേക്ക് വരാം. ഉസ്താദ് ഒന്നുകൂടെ പറഞ്ഞു, മോനേടാ നല്ലോ ശ്രദ്ധിച്ച് സത്യം ചെയ്യണം, ഇത് ഗുരുതരമായ പ്രശ്നമുള്ള കാര്യമാണ്. ഞാൻ സത്യം ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല. ശരി. പള്ളിയുടെ മിഹ്റാബിന്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ച് ഇരുത്തിയിട്ട് കയ്യിൽ ഒരു മുസാഹിഫ് കൊടുത്തിട്ട് ഒന്നുകൂടി പറയണം, ആലോചിച്ച് ചെയ്തോ, പ്രശ്നമില്ല, ഞാൻ 10,000 എടുത്തിട്ടില്ല എന്നോ ഖുർആൻ തൊട്ട് സത്യം ചെയ്തു. വിഷയം നമുക്ക് തീരുമാനമായി. നഹ്നു നഹ്കുമു ബിൽ-ളവാഹിർ എന്നുള്ള പ്രത്യക്ഷത്തിൽ വരും. ഇനി അവനാണ് അത് കട്ടത് എന്ന് പറയാൻ നമ്മളടുത്ത് ന്യായമല്ല. എന്തുകൊണ്ട്? അവൻ സത്യം ചെയ്തു പറഞ്ഞു. ഇനി അവരെ പാട്ടിന് വിടുക, വേറെ വഴിയില്ല. ഭർത്താവ് പറയാണ് ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരാളെ പേരിൽ വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ 4 സാക്ഷികൾ വേണം, അല്ലെങ്കിൽ സ്വീകരിക്കൂല. പക്ഷെ ഭർത്താവ് വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യ വ്യഭിചരിക്കുന്നത് നേരെ കണ്ടു, ഇയാൾക്ക് 4 സാക്ഷി വേണമെന്നില്ല. കാരണം ഇയാളെ മാനസികാവസ്ഥ അങ്ങനെ ആവൂലല്ലോ. അപ്പോ ആകെ പിരാന്തായി കേൾക്കാൻ പിന്നെ 4 സാക്ഷികളെ എന്റെ ഭാര്യതാ ഇത് കാണിച്ചു കൊടുക്കാൻ പോവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു അളവ് നൽകിയിട്ടുണ്ട്. അയാള് 4 വട്ടം പറഞ്ഞാൽ മതി, വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിച്ചിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് പിന്നെ ഉടനെ മൈക്കിൽ വരും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മ ആരോടെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, അപ്പൊ നമ്മള് പിന്നെ ലീഗിനൊന്ന് കളിപ്പിക്കാൻ കരുതിയ പോയി ആര്യാടനെ റെഡിയാ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതെല്ലാം റെഡിയാണ്. നിങ്ങൾ റേഷൻ ചെയ്യും വരികയാണെങ്കിൽ ഏതായാലും ഇൻഷാ അല്ലാഹ്. പിന്നെ ടീമിന്റെ മഴ ഉണ്ട്. മഴ ഞാനിപ്പോ വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞു ഭയങ്കര മഴ ഉണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. 4 സാക്ഷികളില്ലെങ്കിൽ അവന് 80 അടി കിട്ടും. അപ്പൊ പറയാൻ പോകരുത് എന്നാണ്. എന്നല്ലൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, 4 പ്രാവശ്യം സത്യം ചെയ്ത് പറഞ്ഞു എന്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് 5ാമത് തവണ അയാൾ പറഞ്ഞാൽ ഇസ്ലാമിക കോടതി ഈ പെണ്ണിനെ എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം.
അവിടെ വേറെ തെളിവ് ആവശ്യമില്ല. എന്നാൽ അതേ സമയത്ത് ആ പെണ്ണ് ആ സമയത്ത് പറയാണ്, വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, അയാൾ നുണയാണ് പറയുന്നത്. ഓളും 4 വട്ടം പറഞ്ഞു. മറിച്ചാണെങ്കിൽ അള്ളാന്റെ കോപം എന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് അവൾ പറഞ്ഞാൽ ഞാൻ എന്താ കോടതി ചെയ്യാ? ഇവിടെ ഒരാൾ നുണ പറയുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇയാൾ 4 പ്രാവശ്യം സത്യം ചെയ്ത് എന്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു അയാൾ പറയുന്നത് കളവാണെന്ന് പറഞ്ഞു. ഓളും സത്യം ചെയ്തു. വരേണ്ടടുത്ത് വെച്ച് വരട്ടെ എന്നുള്ള രൂപത്തിലാണ്. ഈ ചെയ്ത ഓൾക്ക് ഇനിയിപ്പൊ അങ്ങനെ 5 വട്ടം പറയാനും കൂടി പണിയില്ലല്ലോ അവളെ കണക്കിന്. എന്നാ കോടതി ഇനി ഓളെ ശിക്ഷിക്കൂല. നീ എന്ത് ചെയ്യും? അപ്പൊ നീ എന്താ ചെയ്യാം? നീ ഒന്നും ചെയ്യാനില്ല. അവരുടെ വിവാഹം വേർപ്പെടുത്തും. അവനിക്ക് വേറെ പോകാം, അവൾക്ക് വേറെ പോകാം. അതിൽ ആരോ ഒരാൾ നുണ പറഞ്ഞിട്ടുണ്ട്. ഭൗതിക കോടതിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക കോടതിയെ സംബന്ധിച്ചിടത്തോളം 2 പേരും റബ്ബിനെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് നമ്മൾ ആ വിഷയം ആണ് വിടുക. ഇനി അത് തീരുമാനാക്കൽ എവിടുന്ന? പരലോകത്തുനിന്ന്. മനുഷ്യന്മാർക്ക് അത്രേ കഴിയുള്ളൂ. ഉള്ളു ചൂട് നോക്കാൻ കഴിയൂലല്ലോ. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്, ലിയൗമിൽ ഫസ്ൽ, തീരുമാനത്തിന്റെ ദിനമാണത് സംഭവിക്കുക. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ, തീരുമാനത്തിന്റെ ദിനം എന്താണെന്നറിയോ? വൈലുൽ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക്, വ്യാജമാക്കുന്ന ആളുകൾക്ക് അന്ന് വമ്പിച്ച നാശമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വൈൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 പ്രാവശ്യം അല്ലാഹു പറയുന്നുണ്ട്. വൈലുൽ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച നാശം. വൈൽ ഓർമ്മ ഉണ്ടാവും. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി അഫ്ഫാകിൻ നസീം, വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ, വൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹു തആല ഖുർആനിൽ പല രൂപത്തിലും ഒരുപാട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ആക്ഷേപിക്കുന്ന, കുത്തുവാക്ക് പറയുന്ന മുഴുവൻ ആളുകൾക്കും വൈലുണ്ട്. വൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈലുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത നിസ്കാരക്കാർ. വൈലുൽ മുതഫ്ഫിഫീൻ, അളക്കത്തിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവർക്ക് വൈലുണ്ട്. വൈലുൽ ലികുല്ലി അഫ്ഫാകിൻ നസീം, മഹാകള്ളം പറയുന്ന പാപികൾക്ക്, മഹാപാപം ചെയ്യുന്ന ആളുകൾക്ക് വൈലുണ്ട്. ഇതൊക്കെ വൈലന്നെ. അത് നരകത്തിലെ പ്രത്യേക ഏരിയ. ഭീകരമായ ശിക്ഷണത്രേ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെയും പറയുന്നത്. വൈലുൽ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അന്ന് വമ്പിച്ച നാശം. എന്നിട്ട് അല്ലാഹു പറയുന്നു, അലം നുഹ്ലികിൽ അവ്വലീൻ സുമ്മ നുത്ബിഉഹുൽ ആഖിരീൻ, പൂർവീകരായ ആളുകളെ നാം നശിപ്പിച്ചില്ലേ, പിൻഗാമികളെ നാം അവരുയർത്തുകയും ചെയ്യും. അത് കുറച്ച് ഗൗരവമുള്ള ഭാഗമാണ്. പൂർവീകരായ ആളുകളെ നാം നശിപ്പിച്ചില്ലേ? അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. ഇനി പിൻഗാമികളായ ആളുകളെ അവരോട് തുടർത്തുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു ഇത് ഖുർആന്റെ പല ഭാഗത്തും വളരെ വിശദമായിട്ട് ഒരുപാട് ആയത്തുകളിൽ പറയുന്നുണ്ട്. അതിലിങ്ങനെ പറയുക, ഒരു ഭാഗം ശ്രദ്ധിച്ചോളൂ. അള്ളാഹു ഇവിടെ പറയുന്നത്, മുർസലാത്തിൽ സൂറത്തിൽ പറയുന്നത് പൂർവീകരായ ആളുകളെ നാം നശിപ്പിച്ചില്ല എന്നാണ്. അതിൽ പ്രധാനികളെ പറ്റി ഇങ്ങനെ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് വആദുൻ വസമൂദ് വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത് വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസാ فأمليت للكافرين ثم أخذتهم فكيف كان نكير. എത്ര ശ്രദ്ധേയമായ ഭാഗമാണത്. ഒറ്റടിക്കെന്ന് പറയണം ഒന്നായിട്ട്. وإن يكذبوك فقد كذبت قبلهم, നബിയാ ജനത അങ്ങയെ നിഷേധിക്കുന്നുവെങ്കിൽ ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ്, ഇവർക്ക് മുമ്പ് നൂഹ് നബിയുടെ ജനത നിഷേധിച്ചു. നിങ്ങൾ ബേജാറാവണ്ടാകും, നിഷേധികൾ എല്ലാ കാലത്തും ഉണ്ടാവും. നൂഹ് നബിയുടെ ജനത നിഷേധിച്ചു. വസമൂദ്, ആദ് വിഭാഗവും സമൂദ് വിഭാഗവും സത്യത്തെ വ്യാജമാക്കി. വഖൗമു ഇബ്രാഹീം, ഇബ്രാഹീം നബിയുടെ ജനത നിഷേധിച്ചു. വഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനത നിഷേധിച്ചു. വഅസ്ഹാബു മദിയൻ,
മദിയനിന്റെ ആളുകൾ അതായത് ശുഐബ് നബിയുടെ ജനത നിഷേധിച്ചു. വകുദ്ദിബ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വ്യാജമാക്കപ്പെട്ടു. വഅംലൈതു ഫഅംലൈതു ലിൽ കാഫിരീന, അപ്പോൾ നാം സത്യനിഷേധികൾക്ക് കാലതാമസം ചെയ്തു കൊടുത്തു. അവരങ്ങനെ സത്യനിഷേധത്തിലായി പ്രവർത്തിച്ചു, നാം അവരെ കാലങ്ങനെ നീട്ടിക്കൊടുത്തു. സുമ്മ അഖൽതുഹും, പിന്നെ നാം അവരെ പിടികൂടി. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയായിരുന്നു എന്റെ പ്രതിഷേധം. ഇതാണ് പൂർവീകർ അല്ലാഹു ശിക്ഷിച്ചു എന്ന് പറഞ്ഞത്. ഇവിടെ ആദ്യം അല്ലാഹു പറഞ്ഞത് നൂഹ് നബിയുടെ ജനത. സഹോദരാ, ഇപ്പൊ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൂഹ് നബിയുടെ ജനത വല്ലാതെ നിഷേധികളായപ്പോൾ അവർക്ക് ആകാശത്തിന്റെ കവാടം അല്ലാഹു തുറന്നുകൊടുത്തു. ആകാശത്തു നിന്ന് വെള്ളം ഒന്നായിട്ട് വന്നു, ഭൂമിയിൽ ഉറവ പൊട്ടി, രണ്ട് ഭാഗത്തു നിന്നും വെള്ളം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം. അങ്ങനെയാണ് പൂർവീകരിൽ നൂഹ് നബിയുടെ ജനതയെ നശിപ്പിച്ചത്. ആദ് സമൂഹത്തിന് അല്ലാഹു കൊടുത്തത് കൊടുങ്കാറ്റ്, സമൂദ് വിഭാഗത്തിന് അല്ലാഹു കൊടുത്തത് ഭൂകമ്പം. അതുപോലെ ലൂത്ത് നബിയുടെ ജനതയ്ക്ക് അല്ലാഹു ഭൂകമ്പം കൊടുത്തു. അതുപോലെ ആകാശത്ത് നിന്ന് തീക്കല്ലിന്റെ മഴ കൊടുത്തു. അതുപോലെ ശുഐബ് നബിയുടെ ജനതയ്ക്ക് അല്ലാഹു ശിക്ഷ കൊടുത്തു. മൂസ നബിയുടെ ജനത 6,70,000 ആളുകളെ അല്ലാഹു തആല ചെങ്കടലിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം കൊടുത്ത് അതിനേക്കാൾ ഒരുപാട് ലക്ഷം ആളുകളെ ഫിർഔനടക്കം അല്ലാഹു മുക്കിക്കൊന്നു. എല്ലാ കാലത്തും അല്ലാഹു തആല ശിക്ഷ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുടെ എണ്ണി പറഞ്ഞു നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നീട്ടിത്തരുന്ന സമയം. നിങ്ങൾ കരുതും നിങ്ങൾ നമ്മളെ അറിയുന്നില്ല. ഇല്ല, ലാസ്റ്റിൽ പിടുത്തുണ്ടാവുന്ന. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു പറയുന്നത് സത്യനിഷേധികൾക്ക് നാം കാലതാമസം ചെയ്തു കൊടുത്തു. പക്ഷേ പിന്നെ നാം അവരെ പിടിച്ച് ശിക്ഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രതിഷേധം. അള്ളാഹു തആല ചോദിക്കാം. ഇപ്പൊ ലോകത്ത് അള്ളാഹു പറയുന്നുണ്ട്, എത്ര കിണറുകൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. അറബ് രാജ്യങ്ങളിൽ ഒരു കിണർ എന്ന വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അടുത്ത ആയത്തിൽ തന്നെ മറ്റൊരു സൂറത്തിൽ പറയുന്നത്, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്റിൻ മശീദ്. എത്രയെത്ര ഗ്രാമങ്ങൾ, അതായത് ഗ്രാമവാസികൾ, അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. അവർ അക്രമികളായ കാരണത്താൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ പന്തലുകൾ അതാ വീണുപോയി. മാത്രമല്ല ഉപയോഗശൂന്യമായ എത്ര കിണറുകൾ, പ്രൗഢമായ എത്ര കൊട്ടാരങ്ങൾ. മദായിന് സ്വാലിഹില് ഇപ്പോഴും അതാ കിടക്കുന്നു. സ്വാലിഹ് നബിയുടെ ജനതയെ നശിപ്പിച്ച സ്ഥലത്തുള്ള അവരുടെ ആ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയ വീടുകൾ. അന്ന് ഇന്നത്തെ പോലെ മിഷനറികളൊന്നുമില്ല. ഇന്നത്തെ പോലെ സിമന്റും ജെല്ലിയും കൂട്ടിയിട്ട് കുഴച്ചുണ്ടാക്കുന്ന സംവിധാനം അന്നില്ല. എന്നിട്ടും അവർ പാറ തുരന്ന് വീടുണ്ടാക്കി. ഈജിപ്തിലും അതുപോലെ ഇറാഖിലും ചില ശേഷിപ്പുകൾ കിടക്കുന്നുണ്ട്. അറബ് ലോകത്ത് ഒട്ടേറെ കിണറുകൾ ഉപയോഗശൂന്യമായിട്ട് കിടന്നു. ഒരു കിണർ തന്നെ 4,000-5,000 ആളുകളൊക്കെ വെള്ളമെടുത്തിരുന്നു. അങ്ങനത്തെ കിണറുകളുണ്ട്. ആ കിണറുകൾ പിന്നെ ഉപയോഗശൂന്യമായി എന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു? പടച്ചോൻ നശിപ്പിച്ചു. പിന്നെ ആ ഏരിയ വെറുതെ കിടന്നു. അല്ലാഹു തആല നമ്മളോട് പറയാണ്, ഇതാണ് പൂർവീകരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പലതിന്റെയും ശേഷിപ്പ് ഇന്നും നമുക്ക് കാണാം. ബുദ്ധിയുള്ളവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ എളുപ്പമാണ്. അല്ലാഹു തആല ശേഷം പറയുന്ന എന്താ അറിയോ? ഈ മുർസലാത്തി സൂറത്തിൽ പറയുന്നത്, പിൻഗാമികളെ നാം അതിനോട് തുടർത്തുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ നബി വരെയുള്ള ആളുകളെ നശിപ്പിച്ചത് ഖുർആൻ പറയാണ്. ഇനി പിൻഗാമികൾ നമ്മളാ. ഈ ഉമ്മത്തിനെയും നശിപ്പിക്കാൻ അള്ളാഹ്ക്കൊരു പണിയില്ല. ഇന്ന് ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ എപ്പോഴോ ശിക്ഷ വരുന്ന, നല്ലോണം ശ്രദ്ധിക്കണം. ശിക്ഷ വരും. കാരണം എന്താ അറിയോ? മദീനയിൽ നമ്മുടെ സ്വഹാബിമാര് നല്ലോണം ശ്രദ്ധിച്ചോളൂ. മക്കയിൽ കുറെ ഇടങ്ങാറായി മദീനയിലേക്ക് പോയി. മദീനയിൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായൊരവസ്ഥ. ആ സന്ദർഭത്തിൽ ചില സ്വഹാബിമാർക്കൊക്കെ അല്പം കളിയും ചിരിയും കൂടി. ശ്രദ്ധിക്കണം, ഇന്നത്തെ പോലെ തെറ്റായ കളിയില്ല, തെറ്റായ വിനോദങ്ങളില്ല, ഹറാമായ ഒരവസ്ഥയിലേക്ക് അവർ ഒരിക്കലും പോയിട്ടില്ല. എന്നാലും ഒരല്പം കളിയും ചിരിയും കൂടിയെന്ന് കണ്ടപ്പോൾ അല്ലാഹു ഉടനായ തിരക്കി. അലം യഅ്നി ലില്ലദീന ആമനു
അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സ്വഹാബത്ത് കരഞ്ഞുപോയി എല്ലാവരും. അള്ളാഹു വിലക്കിയ ഒരു കളിയോ തമാശയോ ഒന്നും അവർക്കില്ല. എന്നാൽ പോലും ഒരല്പം സന്തോഷം കൂടി, റാഹത്തായ ജീവിതം, ഹറാമൊന്നുമില്ല, എന്നാലും കുറച്ച് കളിയും ചിരിയും കൂടി. അപ്പൊ അല്ലാഹു പറയാണ്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്ക്, അതായത് വിശുദ്ധ ഖുർആനിലേക്കും അള്ളാഹുവിന്റെ സ്മരണയിലേക്കും സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയത്തെ വിനയപ്പെടുത്താൻ സമയമായില്ലയോ? ഓ സമയമായി എന്ന് പറഞ്ഞ് ഇവര് ആ കളിയും തമാശയും വരെ ഒഴിവാക്കിയതാണ്. ഇന്ന് നോക്കൂ നമ്മുടെ അവസ്ഥ. ഇന്ന് നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ സഹോദരാ. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ, പെൺകുട്ടികൾ വരെ മൊബൈലിലാണ്, എപ്പോഴും മൊബൈൽ. നമ്മളാരും നമ്മുടെ പെൺകുട്ടികൾക്കൊന്നും സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും മൊബൈൽ കൊടുക്കരുത്. അത് അത് മുറിച്ചിടുക വിഷയം. നല്ല ഭാഗമുള്ള സ്ഥലം ഉണ്ട്, പക്ഷെ ഒരു 5% പോലും നന്മക്ക് ഉപയോഗിക്കുന്നില്ല. എന്തിനാ നമ്മൾ മറച്ചു വെക്കുന്നത്? 95% ഇന്ന് മക്കള് സഹോദര അതിനെ ദുരുപയോഗം ചെയ്യാൻ, അവർ മറ്റുള്ളവരോട് കമ്പനിയാകാനും മറ്റും അത് ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്താണ്. അവസാനം നമ്മളെന്താവുന്നറിയോ? സിം കാർഡും ഇല്ല, ബാറ്ററി ഇല്ല, അപ്പൊ ഡിസ്പ്ലേ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതേ അവസ്ഥയിൽ മക്കളെ കൊണ്ട് ഒരു പ്രകാശം കിട്ടാതെ, ഒരു ഉപകാരം കിട്ടാതെ, ഒരു ഉപകാരമില്ലാത്ത ആ മൊബൈൽ പോലെ ആകും ആര്? രക്ഷിതാക്കൾ. അതുകൊണ്ട് കൊടുക്കണ്ട. പെൺകുട്ടികളൊക്കെ നില എന്താ അറിയും നിങ്ങൾ? പരന്ന മൊബൈലുമായി ഓലിനിറങ്ങി ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലൊക്കെ 4 ആളുകൾ നിൽക്കുന്നിടത്ത് ഓൽക്കേണ്ട ഒരു വിളി. ആർക്കായി വിളിക്കുന്നത്? അപകടമാണ്. അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥയിലേക്കെത്തി. അള്ളാഹുവിന്റെ ഭവനത്തിൽ വരുന്ന കുട്ടികൾ പോലും വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് പോലും ഏതെങ്കിലും മൂലയിൽ പോയി 2 or 3 ആളുകൾ ഇരുന്നിട്ട് അവർ വേണ്ടാത്തത് കാണാൻ. എവിടെത്തി? പിൻഗാമികളെ നാം അതിനോട് തുടർത്തുമെന്ന് പറഞ്ഞ ഭാഗത്തെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. അല്ലാഹുവിനെ മറക്കുന്നൊരവസ്ഥയുണ്ടായപ്പോൾ നമ്മളെക്കാൾ എത്രയോ ശക്തന്മാരായ ആളുകളെ അല്ലാഹു നശിപ്പിച്ചു. നമ്മളൊന്നുമല്ല. നമ്മളെക്കാൾ ഭൂമി ഉഴുതുമറിച്ച ആളുകൾ, കൃഷിക്കാര്, നമ്മളെക്കാൾ പ്രൗഢമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവർ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്തേ അവർക്ക് പറ്റിയത്? നമ്മൾ വിചാരിക്കും നമ്മളാണ് വലുത് എന്ന് കരുതരുത്. അല്ലാഹു തആല അറേബ്യയിലെ അന്നത്തെ മുശ്രിക്കുകളെ, ധിക്കാരികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്നുള്ള ആളുകളൊന്നുമല്ല. പൂർവീകരായ ആളുകൾ, അവർക്ക് അല്ലാഹു എല്ലാ നിലക്കും കൊടുത്തിരുന്നു. പക്ഷെ അല്ലാഹനെ മറന്നപ്പോൾ അല്ലാഹു അവരെ പാഠം പഠിപ്പിച്ചു. നിങ്ങളിങ്ങനെ കരുതും പടച്ചോന്റെ ശിക്ഷ എപ്പോഴാ ഇറങ്ങാവോ? അത്രമാത്രം അധർമ്മങ്ങളാണ് സഹോദര നടക്കുന്നത്. ഇന്നലെ മമ്പുറത്തേക്ക് ക്ലാസ്സിന് പോകുന്ന നമ്മുടെ മുന്നിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ വൈകുന്നേരത്തെ സംഭവം ഞാൻ പറയുന്നത്. മഗ്രിബിന്റെ ശേഷം നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ഏതോ ഒരു കോളേജിൽ നിന്ന് ടൂർ പോകുന്നതാണ്. ശരിക്കും ഗ്ലാസിന്റെ ഉള്ളിലൂടെ കാണാം സിനിമ പ്രദർശനം ബസിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ചലച്ചിത്ര ഗാനത്തിന് അതിന് അനുയോജ്യമായ രൂപത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കൈ കോർത്ത് പിടിച്ച് അതിലിങ്ങനെ ചാടുന്നുണ്ട്. നമുക്ക് നേരെ കാണാം. ഏതോ ഒരു നാട്ടിൽ നിന്ന് പോയതാണ് ആ കുട്ടികൾ. മാപ്പിള കുട്ടികളാണ്, കണ്ടറിയാം. ഞാൻ പോകുന്ന വണ്ടിയുടെ നേരെ മുന്നിലായതുകൊണ്ട് കാറിലിരുന്ന് ഇങ്ങനെ ഇവർ കാട്ടിക്കൂട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് സഹോദര അവസ്ഥ. ഇതല്ലേ ചെറുപ്പത്തിലെ കുട്ടികളുടെ അവസ്ഥ. അങ്ങനല്ലേ? എങ്ങനെ ഇതൊക്കെ ശരിയാക്കാം? ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരന് പെണ്ണന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ അയൽവാസിയായ സഹോദരൻ, നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരന് മൊബൈലിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 2-3 വർഷമായി ഇവന്റെ റൂമിൽ ഒരു പെണ്ണുണ്ട് ഗൾഫിൽ. ഇവന്റെ പിതാവും ഇവന്റെ ജ്യേഷ്ഠനും ഈ പറയപ്പെട്ടതിന്റെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവനോട് ചോദിച്ചു അത്രേ, നിന്റെ വാപ്പിയും ജ്യേഷ്ഠനൊക്കെ അഥവാ നിന്റെ റൂമിലേക്ക് വന്ന എന്തായിരിക്കും അവസ്ഥ? അത് ഞാനും ഹാരിസും തമ്മിലൊരു കരാറിലാണെന്ന് പറഞ്ഞു. കെട്ടിടത്തിന് കാവൽ നിൽക്കുന്ന ആൾ ആരെങ്കിലും ഇയാളെ അന്വേഷിച്ച് വന്നാൽ കാവൽക്കാരൻ അറിയാതെ ഒരാളാണ്ട് കയറൂല ആ വില്ലിക്ക്. അതുകൊണ്ട്
എനിക്ക് വിവരം തരണം എന്നാണ്. പിന്നെ ഇവൻ പറഞ്ഞത്ര അത് പ്രശ്നമില്ല, വാപ്പയെ ജ്യേഷ്ഠനോ വരികയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് വിളിക്കും, എവിടെയെന്ന് ചോദിച്ചു വിളിക്കും, അപ്പോഴേക്കും ഞാൻ ഇവിടെ മാറ്റുന്നു. 3 വർഷമായി അത്രേ അവനെ ഈ പെണ്ണിനെയും കൊണ്ട് താമസിക്കാൻ തുടങ്ങിയിട്ട്. അവനിപ്പോ നാട്ടിൽ വേറെ പെണ്ണന്വേഷിക്കാം. എവിടെത്തി? സഹോദര, വ്യഭിചാരം എന്നത് ഒരു മൗന വിപ്ലവമായിട്ട് മുന്നേറുകയാണ്. അതുകൊണ്ട് അപ്പീലില്ലാത്ത വധശിക്ഷയായിട്ട് എയ്ഡ്സ് പടർന്നു പിടിക്കൽ. എങ്ങനെ ജീവിതത്തിൽ പിന്നെ സുഖം ഉണ്ടാകുക? ഇവന്റെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു എന്തെങ്കിലും ഒരു സുഖം കൊടുക്കോ സഹോദര? കൊടുക്കൂല. എന്താ കാരണം? ഇതാണ് അവസ്ഥ. മധുവിധു ഇന്ന് കോളേജുകളിലും സ്കൂളിലും നടക്കുകയാണ്. ഒരു ലക്കും ലഗാനും ഇല്ലാത്ത രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും ഇടപെടകാനും യാതൊരു മടിയില്ല. സൂറത്ത് നൂറിലെ 30-31 ആയത്തുകൾക്ക് ഘടകവിരുദ്ധമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തുകയാണ് ഇന്ന് സമുദായം. ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു തെറ്റ് ശരിയാവില്ല. നമുക്ക് തോന്നും. അള്ളാഹു ഖുർആനിലെ ആയത്തിൽ പറയുന്നുണ്ട് തെറ്റുകളുടെ ആധിക്യം, ആ തെറ്റുകൾ ശരിയാണെന്ന് തോന്നൽ വരുത്തും. ശരിയല്ലേ? തെറ്റുകൾ വല്ലാതെ കൂടുമ്പോൾ നമുക്ക് അതിലൊന്നും പ്രശ്നമില്ല എന്ന് തോന്നുന്നൊരു കാലം വരുന്നതാണ്. ആ കാലം വന്നു കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തുകൊണ്ടോ നമ്മുടെ നബിയുടെ മഹത്വം കൊണ്ടാണൊരു വ്യാപകമായ ശിക്ഷ സഹോദര നമുക്ക് ഇറങ്ങാത്തത്. നമ്മളെ വലിപ്പം കൊണ്ടല്ല. അല്ലെങ്കിൽ എപ്പോഴോ ശിക്ഷ ഇറങ്ങും, എപ്പോഴോ ഭൂമി കുലുങ്ങും, എപ്പോഴോ പ്രളയം വരും, അല്ലെങ്കിൽ വരൾച്ച വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നത് കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, അപ്രകാരം കുറ്റവാളികളെ കൊണ്ട് നാം ചെയ്യുന്നതാണ്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, സത്യത്തെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. ഇനി അള്ളാഹു തആല നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ചില പോയിന്റുകൾ ഇട്ട് തരാണ്. അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ, നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലയോ? എന്തിനാണ് നിങ്ങള് വലിയ അഹങ്കാരം കാണിക്കുന്നത്? നിങ്ങളെ നാം സൃഷ്ടിച്ചത് നിസ്സാര ജലഗണത്തിൽ നിന്നാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ബന്ധപ്പെടുമ്പോ ആ പുരുഷനിൽ നിന്ന് തെറിച്ചു പോകുന്ന നിസ്സാര വെള്ളം, ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ശരിയാണ്. ഏതിലൂടെ പോകുന്നത്? അള്ളാഹു വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്ന, അല്ലേ, ആ വഴിയിലൂടെ പോകുന്ന ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന്. അയിന്നല്ലടാ നിങ്ങളെ ഞാൻ പഠിച്ചത്, നിങ്ങൾ അഹങ്കരിക്കണ്ട എന്നങ്ങൾ വലിയൊരു സംഭവമാണ്. അതാണ് പിന്നെ പറയുന്നത് പിന്നെ നാം അതിനെ ഒരു സുരക്ഷിത താവളത്തിൽ സംവിധാനിച്ചു. ഗർഭപാത്രമാണ്. ഗർഭപാത്രത്തിന് ഖുർആൻ ഉപയോഗിച്ചത് ഖറാറും മക്കീൻ. നിങ്ങളെ നിസ്സാര ജലഗണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് അതിനെ നാം എന്ത് ചെയ്തു? അള്ളാഹു പറയുന്നത് ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് സംവിധാനിച്ചു. ഇലാ ഖദരിൻ മഅലൂം, ഒരു അറിയപ്പെട്ട കണക്ക് വരെ. അതൊരു 9 മാസം 10 മാസം പിന്നെ കുട്ടിയായിരുന്നു പുറത്തു വരാം. എന്തൊരു അത്ഭുതല്ലേ! വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു പ്രാവശ്യം ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് സ്രവിപ്പിക്കുന്ന ഇന്ദ്രിയത്തുള്ളികളിൽ ഏകദേശം 5 മില്ലിലിറ്ററിൽ 200 കോടി ബീജങ്ങളുണ്ട് എന്നാണ്. അപ്പൊ ഒരു ബീജത്തെ കാണണമെങ്കിൽ നല്ല പണിയാണ്. അത്യാധുനിക രൂപത്തിലുള്ള മൈക്രോസ്കോപ്പ്. ആ ബീജം ശക്തമായ സ്പീഡിൽ അണ്ഡവുമായി സംയോജിക്കാൻ പോവാൻ. ആ സങ്കലനം നടന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് മാറ്റം വരാൻ ഗർഭം ധരിച്ചു. ഒരു നിശ്ചിത കണക്ക് ഗർഭപാത്രത്തിൽ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്. ഗർഭപാത്രം വലിയൊരു അത്ഭുതമാണ്. ഗർഭപാത്രത്തിന്റെ കാര്യമൊക്കെ മഹാ അത്ഭുതമായിട്ട് തുടരാണ് സഹോദര. നമ്മൾ വിചാരിച്ചതുപോലല്ല. ഗർഭപാത്രം ഗർഭധാരണത്തിന്റെ മുമ്പ് ഒരു പെണ്ണിന്റെ ഗർഭപാത്രം പുറത്തെടുത്താൽ അതിലൊരു കുട്ടിക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരിക്കലും പറയാൻ കഴിയൂല. പക്ഷെ ആ ഗർഭപാത്രമാണ് ഒരു കുട്ടിക്ക് എല്ലാ നിലക്കും സെറ്റപ്പോടുകൂടെ അള്ളാഹു സംവിധാനിച്ചത്. ഈ ഗർഭധാരണം പ്രസവമൊക്കെ വലിയ സംഭവമാണ്. പെണ്ണുങ്ങളോട് വല്ലാതെ പറയണ്ട, പോലെ ആകെ ബേജാറാവും ഗർഭിണികൾ. പിന്നെ ഇനി അതിന് പ്രഷർ അടിച്ച് കയറണ്ട, അത് പ്രയാസപ്പെടുത്തരുത്. അത് വളരെ കൂളായിട്ട് സംസാരിക്കണം. അത് പ്രസവമൊക്കെ ലോകത്ത് നടക്കുന്നതെന്ന് തന്നെ പറയണം. പേടിപ്പിക്കരുത്. അത് വലിയ സംഭവമാണത്. അല്പം പാളിപ്പോയാൽ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ ആ നിസ്സാരമായ ജലഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയേണ്ടത് അഹങ്കരിക്കരുത്. എന്തുകൊണ്ടാണ് ഖുർആനിൽ എങ്ങനെ പറഞ്ഞത്? ഖലഖൽ ഇൻസാന മിൻ അലഖ്,
മനുഷ്യരെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആ നിസ്സാര ജലഗണങ്ങൾ, അതിൽ നിന്ന് വന്ന ബീജങ്ങളാണ് അണ്ഡവുമായി സംയോജിച്ച് പിന്നെ രക്തപിണ്ഡമാകുന്നത്. അത് പുറത്തെടുത്താൽ അറപ്പ് തോന്നുന്നതാണ്. രക്തപിണ്ഡം ഗർഭപാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചാൽ ഉള്ളിലുള്ള പൊറാട്ടൊക്കെ പുറത്തു പോരും. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം അങ്ങനെയാണ്. എന്നാൽ അതേസമയം അല്ലാഹുൽ ഖലം, മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ നിസ്സാരനാണ്, അലക്കിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, പക്ഷെ കലമ കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഇഖ്റ സൂറത്തിലെ 2-ാമത്തെ ആയത്തിലെ അലക്കും 4-ാമത്തെ ആയത്തിലെ കലമും തമ്മിലുള്ള ബന്ധം എന്താ? രണ്ടും മനുഷ്യനോട് ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. ആദ്യം പറഞ്ഞത് മനുഷ്യരെ രക്തപിണ്ഡത്തിൽ നിന്ന് അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ പറയുന്നത് കലമ കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നിസ്സാരനാണ്, കലമ കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഉന്നതനാണ്. അറിവുണ്ടാവുമ്പോഴാണ് ഉന്നതിയിൽ ഒരാളെത്തുന്നത്. കാരണം അറിവ് സമ്പാദിക്കാനുള്ള ആയുധമാണ് പേന. നമ്മുടെ ഇമാമുകളൊക്കെ നേരത്തെ പേന ഉപയോഗിച്ച് കിതാബ് എഴുതിയത് കൊണ്ടാണ് പ്രിന്റ് എടുത്ത് വിതരണം ചെയ്യാൻ കഴിയുന്നത്. എത്ര ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ! ഇമാം ഷാഫി റഹിമഹുള്ള സ്വന്തം കൈകൊണ്ടെഴുതി, ഇമാം സുയൂത്തി റഹിമഹുള്ള സ്വന്തം കൈകളെ കൊണ്ടെഴുതി, ഇമാം അബൂ ഹനീഫ തങ്ങൾ സ്വന്തം കൈകളെ കൊണ്ടെഴുതി, ഇമാം ഗസാലി റഹിമഹുള്ള സ്വന്തം കൈകളെ കൊണ്ടെഴുതി. അവരാ എഴുതി വെച്ച ഗ്രന്ഥങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇമാം നവവി തങ്ങളെന്ന് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ സയ്യിദ് ഖുത്ബ് റളിയല്ലാഹു അൻഹു എഴുതിയത് ലോക പ്രശസ്തമായി. അപ്പൊ പേന കൊണ്ടാണ് നമ്മൾ ഉന്നതങ്ങളിൽ എത്തുന്നത്. ഇൽമിന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. മനുഷ്യൻ ചില്ലറല്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞെടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ഇവന് ഒരു വിലയില്ല, ഒരു പുഴവും. അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത്, നിങ്ങളെ നിസ്സാരമായ ജലഗണങ്ങളിൽ നിന്ന് നാം സൃഷ്ടിച്ചില്ലേ, എന്നിട്ടൊരു സുരക്ഷിതമായ താവളത്തിൽ അതിനെ സംവിധാനിച്ചു. ഇലാ ഖദരിൻ മഅലൂം. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫഖദർനാ, എല്ലാം നാം കണക്കാക്കി. ഫനിഅമൽ ഖാദിറൂൻ, നാം എത്ര നല്ല കഴിവുള്ള ആളാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എത്ര പേരുണ്ട്? എത്ര ലക്ഷങ്ങളാണ് ചികിത്സക്ക് ചെലവഴിക്കുന്നത്? സഹോദര, എത്ര ലക്ഷങ്ങളാണ് ചികിത്സക്ക് ചെലവഴിക്കുന്നത്? എത്ര ആളുകൾ കേൾക്കുന്നിടത്തൊക്കെ കൊടുക്കും, ദ്വാരക്കാൻ കൊടുക്കും, നേർച്ചാക്കും, ഒരു കുഞ്ഞിക്കാല് കാണാൻ. അതേസമയം വേറെ ചിലരോ ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിക്ക് 1 വയസ്സാകുന്നേ ഉള്ളൂ, അപ്പോഴേക്ക് വീണ്ടും ഗർഭം ധരിച്ചു, ഇനി അത് ഒഴിവാക്കാൻ പോവാണ്. അങ്ങനെ കുറെ ആളുകൾ. കല്യാണം കഴിഞ്ഞു, സൽക്കാരത്തിന്റെ ജഗപക നടക്കുന്നതിന്റെ ഇടയിൽ ഭാര്യ ഗർഭിണിയായാൽ ഇപ്പോൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹു കൊടുക്കുന്ന വലിയ നിയമത്തിനെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കും. അവർ നിൽക്കുന്നത് വീഗാലാൻഡിൽ പോയിട്ടില്ല, കോട്ടക്കുന്നിൽ തിരക്കായതുകൊണ്ട് പോയിട്ടില്ല, അതിന്റെ മുമ്പിഞ്ഞ് ഓള് ഗർഭം ധരിച്ചാൽ, അമ്മായിന്റെ മോളോടെ പോയിട്ടില്ല, കിളച്ചിന്റെ അനുജത്തിന്റെ കൂടെ പോയിട്ടില്ല, ഒക്കെ സൽക്കാരം കുറെ പറഞ്ഞതാണ്. അവ ഗർഭിണിയായാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഗർഭം ആരും അറിയാതെ അലസിപ്പിക്കും, അതിലിട്ട് പടച്ചോണ്ട് കുളിക്കും. പിന്നെ തക്കാരം കല്യാണമൊക്കെ തീരും, ഒരു കുട്ടിയും വിളിക്കണില്ല, ഗർഭം പിന്നെ ധരിക്കണമില്ല. എത്രണ്ട് ആ വളയം വിട്ട് ചടക്കും. അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്, അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ഇല്ലാത്തവർക്കാണ് അതിന്റെ വിഷമം, ഉള്ളവർ അറിയില്ല. ഇതൊക്കെ പഠിച്ചുകൊണ്ട് വലിയ അനുഗ്രഹമാണ്. എന്തായിരുന്നാലും അള്ളാഹു പറയുന്നത് എന്തിനാ? ഇത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് സഹോദരാ, ഇതിങ്ങനെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവാണ് ഇങ്ങനെ സംവിധാനിച്ചത്. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് നമ്മൾ കീഴ്പ്പെടണം. അള്ളാഹു പറയുന്നത് വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അതിങ്ങനെ ആവർത്തിച്ച് മറക്കല്ലേ, അള്ളാഹു വീണ്ടും വീണ്ടും പറയാണ്. സത്യത്തെ വ്യാജമാക്കുന്നവർക്ക് നാളെ പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ട്. അലം നജാലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ വ അസ്ഖൈനാകും മാഅൻ ഫുറാതാ വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അതുകൂടി വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു പറയുന്നത് അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഭൂമിയെ നാം സംവിധാനിച്ചില്ലേ നിങ്ങൾക്ക്? അള്ളാഹു അനുഗ്രഹം പറഞ്ഞുതരാം. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവസ്ഥ അള്ളാഹു നൽകി, അതിന് നൽകി. എന്ന് മാത്രമല്ല, മരിച്ചവരെ ഉൾക്കൊള്ളാനും ഭൂമിക്ക് അള്ളാഹു സംവിധാനം നൽകി. മരിച്ചവരൊക്കെ ഭൂമിന്റെ അടിയിലാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, മരിച്ചവർ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണെന്ന് പിരിഞ്ഞു എന്നേ ഉള്ളൂ.
അവർ ഭൂമിന്റെ അടിയിൽ ജീവനുള്ളവരായിട്ട് കഴിയുന്നുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് ശുഹദാക്കളെ പറ്റി അള്ളാഹു പറഞ്ഞില്ല. ഉഹദിന്റെ പടക്കളത്തിൽ 70ഓളം ആളുകൾ ഈ ലോകത്തോട് വട പറഞ്ഞപ്പോൾ ശത്രുക്കൾ വല്ലാതെ കളിയാക്കാൻ തുടങ്ങി. കണ്ടില്ലേ, എന്തേ ഇപ്പൊ യുദ്ധം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങളെ കാര്യം കഴിഞ്ഞില്ലേ? ആ സമയത്ത് ആ സന്ദർഭത്തിൽ ഇവരുടെ അവസ്ഥ എന്താ? ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരുടെ ആത്മാക്കൾ സ്വർഗത്തിലെ ഒരു പച്ച പക്ഷിയുടെ മേടയിലായിട്ട് ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ഇതാരറിയുന്നില്ല? ഇത് ഇവരറിയുന്നില്ല. ഈ ആത്മാക്കൾ അള്ളാഹുവോട് പറഞ്ഞു അത്രേ, പടച്ചോനെ ഞങ്ങളുടെ ഈ സുഖം നാട്ടുകാരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അള്ളാഹു തആല നബിയിലേക്ക് ആയത്തിറക്കി. ഒന്ന് കേട്ടോളൂ. മുർസലാത്തി സൂറത്തിൽ പറഞ്ഞത് ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളുന്ന അവസ്ഥ ഭൂമിക്ക് നൽകിയെന്നാണ്. ഇനി അള്ളാഹു തആല സൂറത്തുൽ ആലു ഇമ്രാനിൽ ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്ന ഷഹീദാകുന്നവരെ പറ്റി അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ കരുതണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല യുർസഖൂൻ, അവർ ആഹാരം നൽകപ്പെടുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് എന്നാണ്. ഒരു ജീവിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല അവരെ പറ്റി ഖുർആൻ കൃത്യമായിട്ട് പറയുന്നത് ഫരിഹീന ബിമാ ആതൈനാഹും ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു പറയാണ്, അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ഔദാര്യത്തിൽ കാരണം അവർ സന്തുഷ്ടരാകുന്നു. അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് ആ ശുഹദാക്കൾക്ക് നൽകിയത് കാരണം അവർ വളരെയധികം സന്തുഷ്ടരാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരോട് ചേരാത്ത പിന്മുറക്കാർ ഇപ്പൊ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവർ, അവരുടെ കാര്യത്തിലും ഇവർ വളരെയധികം സന്തുഷ്ടരാകുന്നു. ശുഹദാക്കളെ പറ്റി പറയാം, നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചത്. ശുഹദാക്കൾ മാത്രമല്ല കേട്ടോ, ഖബറിൽ ഭക്ഷണം തന്ന ശുഹദാക്കൾക്ക് മാത്രമല്ല നമുക്കും കിട്ടും. അത് ഇതാവക്കത്തി സൂറത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നിലപാട് ശരിയാക്കണം. ഒരു കൃത്രിമവും ഇല്ലാത്ത ഭക്ഷണം കിട്ടും. നല്ല ഭക്ഷണം. ഇവിടല്ലേ കൃത്രിമം? യൂറോപ്യൻ രാജ്യങ്ങളിൽ എലിവിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു മരത്തിന്റെ തൊലി, അത് കറുകപ്പട്ടന്റെ അദ്ദേഹമാണ്. അതാണ് ഇവിടെ കറുകപ്പട്ട എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്നതെന്നാണ് കോടതിയിൽ കേസെത്തിയിട്ടുള്ളത്. കോടതി ഇപ്പൊ നിരീക്ഷിക്കാൻ വേണ്ടി ഉടനെ ഓർഡർ പ്രഖ്യാപിച്ചിരിക്കാം. സർവമായം, എല്ലാത്തിലും മായം. ഈ പ്രശ്നം ഖബറിലെ ഭക്ഷണത്തിൽ ഉണ്ടാവില്ല. ഓ, ഭൂമിന്റെ അടിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹു നബിയുടെ പിതൃവ്യനാണ്. ഭീകരമായ രൂപത്തിൽ ഉഹദിന്റെ പടക്കളത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷെ അങ്ങനെയുള്ള ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ മറവ് ചെയ്തതിന്റെ ശേഷം ഒരുപാട് കൊല്ലം, 40 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം വെള്ളച്ചാല് പോകുന്ന ഭാഗമായതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ ഖബറിൽ ഒരു കൈക്കോട്ട് തട്ടി അദ്ദേഹത്തിന്റെ കാലിൽ ചോരണ വന്നതാണ്. 40-ലധികം കൊല്ലം കഴിഞ്ഞിട്ടും എന്തില്ല, 46 കൊല്ലായിട്ടും ഹംസ റളിയല്ലാഹു അൻഹു ഒരു കുഴപ്പമില്ലാതെ കിടക്കും. സലാമു അലൈക യാ അമ്മ റസൂലില്ലാഹ്. ഒരു പെണ്ണ് വന്നിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ ഖബറിൽ വന്നിട്ട് സലാം ചൊല്ലിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹു സലാം അടക്കിയെന്ന് ചരിത്രത്തിൽ കാണാം. എല്ലാവരും കേട്ടു എന്നാണ് അദ്ദേഹം സലാം അടക്കിയത്. ശുഹദാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഭൂമിന്റെ അടിയുള്ള അവസ്ഥയെ പറയും. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് വലിയ കറാമത്തുള്ള ആളായിരുന്നു. ഉഹദിന്റെ പടക്കളത്തിൽ ആദ്യം ഞാൻ ഷഹീദാകുമെന്ന് അദ്ദേഹം തലേ ദിവസം പറഞ്ഞു. അദ്ദേഹം തന്നെ ഷഹീദായി. അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്തു. വേറെ ആളെ രണ്ടാളെ ഒരു ഖബറിലാണ് വെച്ചത്. ജാബിർ റളിയല്ലാഹുവിന്റെ മനസ്സിലൊരു പ്രയാസം, വാപ്പാക്ക് സ്വന്തം ഒരു ഖബറില്ലല്ലോ. അങ്ങനെ സഹോദര 6 മാസം കഴിഞ്ഞതിന്റെ ശേഷം സാഹചര്യം അനുകൂലമായപ്പോ ജാബിർ റളിയല്ലാഹുവിന് ഒരു ഖബർ കുഴിച്ചിട്ട് വാപ്പാന്റെ ഖബർ തുറന്നിട്ട് അതിന് ഇങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കണം? ഇപ്പൊ വടക്കൻ മുല്ലക്കോയത്തങ്ങള് കടലിന്റെ തിരമാല വല്ലാതെ വന്ന് ജനങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ അവർ പരാതി പറഞ്ഞപ്പോ കടപ്പുറത്ത് പോയിട്ട് കടലിനെ നോക്കിയിട്ട് കടലെ അടങ്ങുക എന്ന് പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത് കടലെ അടങ്ങുക.
അതിൽ കടലടങ്ങിയെന്ന വരക്കല്, തിരമാല ശാന്തമായിന്ന. അപ്പൊ ഞാൻ പറഞ്ഞ അടങ്ങുന്നൊരു ധാരണ ഉണ്ടായിട്ടുള്ള പറയാൻ പോയത്. പരപ്പനങ്ങാടി ഞാൻ ക്ലാസ്സിന് പോലുണ്ട്. അവിടെ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ എന്നോട് കടപ്പുറത്താർ പറയുന്നുണ്ട് ദ്വാരക്കണം, നിങ്ങൾ വരും എന്ന് പറഞ്ഞ് ഞാൻ അവരെ കൊണ്ടുപോയി കടലെ അടങ്ങുമെന്ന് പറയാൻ ഞാൻ നിൽക്കൂല. കാരണം അത് ആട്ടി കിട്ടും അവരെടുത്തുനിന്ന് അടങ്ങിയിട്ടില്ലെങ്കിൽ. വെറുതെ തന്നെ വിഷളാന്ന് നിൽക്കണ്ട, ഉള്ളതും കളയണ്ടല്ലോ, ഉണ്ടില്ല, നമുക്ക് ദ്വാരക്കട്ടോ എന്ന് പറഞ്ഞു പോരും. മുല്ലക്കായത്തങ്ങൾ നേരെ കടലെ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കടൽ ശാന്തമായിരുന്നു എന്നാ. അങ്ങനെ കോഴിക്കോട് വരക്കൽ പരിസരത്തുള്ള ഒട്ടേറെ വീടുകളിൽ മുല്ലക്കോയത്തങ്ങൾ മീൻ കൊടുക്കും. കാരണം ഇവർ ആദ്യം കിട്ടിയ മീനൊക്കെ കൂടി കൊണ്ടുപോയിട്ടും മുല്ലക്കോയത്തങ്ങളെ വരാന്തി ചെയ്യുന്ന. അപ്പൊ ഇന്നിപ്പോ കാറ്റടിച്ചിട്ട് മുല്ലക്കോയത്തങ്ങൾ ഒരുപാട് കറാമത്ത് കാണിച്ച ആളാണ്. ഇന്നിപ്പോ കാറ്റടിച്ചിട്ട് ഒരുപാട് വാട വീണാല് നമ്മള് പടച്ചനോട് ദ്വാരക്കാന്ന് പറയല്ലാതെ മുല്ലക്കോയത്തങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വായൊക്കെ കൂടി എഴുന്നേൽക്കും. കറാമത്ത്, അല്ല കറാമത്തുള്ള ആളായിരുന്നു. അതുകൊണ്ടാണല്ലോ സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനം എന്റെ കയ്യിലാണെങ്കിൽ ഇതിന്റെ അവസാന പ്രസിഡന്റ് സ്ഥാനം മഹ്ദി ഇമാമിന്റെ കയ്യിൽ കൊടുക്കണമെന്നതുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ ഈ സംഘത്തെ നിലനിർത്തണേ എന്നുള്ള അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഈ ദ്വാരക്കുമ്പോ നോക്കൂ നിങ്ങൾ, കടലെ അടങ്ങുക എന്ന് പറയുമ്പോ കടല അടങ്ങി എന്ന് പറയുമ്പോ അത് പറഞ്ഞാൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണുള്ളത്. എന്നതുപോലെ നോക്കൂ, ജാബിർ റളിയല്ലാഹു എന്നതുപോലെ എന്നല്ല, ജാബിർ റളിയല്ലാഹു പറഞ്ഞ പോലെ ഇത് നോക്കാം. ജാബിർ റളിയല്ലാഹു തന്റെ ബാപ്പാന്റെ ഖബർ 6 മാസത്തിന്റെ ശേഷം തുറക്കുമ്പോ അതിങ്ങട്ട് എടുത്ത കായൽ വല്ലതുണ്ടാകുന്ന ഉറപ്പുണ്ടായതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ തുറക്കാൻ നിൽക്കുവോ? മൂന്നോട് എന്ന് പറഞ്ഞ ഇങ്ങനെ കുടിക്കുമല്ലോ പായസം. കണ്ണോക്ക് കണ്ണോക്ക്, കണ്ണ് കൊഴിഞ്ഞാട് വന്നു. സാധാരണക്കാരുടെ അവസ്ഥ അങ്ങനെ. എങ്കിലും നോക്കൂ സഹോദര, 6 മാസം കഴിഞ്ഞിട്ടും ജാബിർ റളിയല്ലാഹുവിന്റെ പിതാവിന്റെ ശരീരത്തിന് ഭൂമിന്റെ അടിയിൽ ഒരു കുഴപ്പമില്ല. അത് അന്ന് ആ യുദ്ധത്തിൽ ചോര ഇങ്ങനെ കിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തൊക്കെ അതേപോലെ ഉണ്ട്. അപ്പൊ വെച്ചിട്ടുള്ളത് തോന്നും. അത് കഴിഞ്ഞ് 44 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും ഖബർ മാറ്റേണ്ടി വന്നു. അപ്പോഴൊരു കുഴപ്പമില്ല. സ്വഹീഹായ ഹദീസിൽ കാണാൻ തൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഒരു രാത്രി മഹാനായ ഈ ജാബിർ റളിയല്ലാഹുവിന്റെ പിതാവിന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ തബാറക സൂറത്ത് ഓതുന്നത് കേട്ടു അത്രേ. നേരെ നബിയോട് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ശുഹദാക്കളുടെ ആത്മാക്കൾ രാത്രി സമയത്ത് അവരുടെ ഖബറിലേക്ക് ശരീരത്തിലേക്ക് സന്നിവേശിക്കും. അതുകൊണ്ടാണ് ആ ഓത്ത് കേൾക്കാൻ കാരണം. ശരിക്കും ഓതുകയാണത്. ആലി ഇമ്രാനിൽ നേരെ പറയാമല്ലോ, അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ അരികെന്ന്. അപ്പൊ ഭൂമി ജീവനുള്ളവരെയും അതുപോലെ തന്നെ ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളുന്നു പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അതിന്റെ വിഷയം ഗൗരവം മനസ്സിലാക്കും. നമ്മളൊക്കെ യുദ്ധം തന്ന ആ ഭാഗത്തേക്ക് പോലല്ലേ. നമുക്ക് യുദ്ധം വേണ്ട, അൽഹംദുലില്ലാഹ് നമുക്ക് യുദ്ധം വേണ്ട. ഇബാദത്തിനുള്ള പഠിച്ചത് ഇബാദത്തിന് പറ്റാത്തൊരു സമയത്താണ് യുദ്ധം ഉണ്ടായത്. നമ്മൾ ഇന്നാൾ പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കണ്ട. 100 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒറ്റ യുദ്ധത്തിലും ഷഹീദായില്ല. അവസാനം അദ്ദേഹം സ്വാഭാവികമായ മരണം പുൽകുമ്പോൾ സൈഫും മിൻ സുയൂഫില്ലാ എന്ന സ്ഥാനപ്പേര് കിട്ടിയ, അല്ലാഹുവിന്റെ ആളുകളിൽ ഒരാള് എന്ന സ്ഥാനപ്പേര് കിട്ടിയ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വട പറയുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ, പടച്ചവനെ 100-ലധികം യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തു. എന്റെ ശരീരത്തിൽ വാളിന്റെ വെട്ടും അമ്പിന്റെ കുത്തുമേൽക്കാത്ത സ്ഥലമില്ല. എന്നിട്ട് പോലും ഞാനിതാ ഒരു യുദ്ധത്തിലും ഷഹീദാകാതെ ഒരു ഒട്ടകം മരിക്കുന്നത് പോലെ മരിക്കുകയാണല്ലോ. അവരൊക്കെ ഈമാൻ എത്ര? ആരാപ്പ ഖാലിദ് റളിയല്ലാഹു അൻഹു? റസൂൽ കൊടുത്ത പേരാ സൈഫു മിൻ സുയൂഫില്ല, അള്ളാന്റെ വാള്. എന്നിട്ട് അങ്ങനെയുള്ള മഹാന് ഷഹീദ് ആയില്ലല്ലോ എന്നാണ്. നമ്മളൊക്കെ എന്താ പറയാ, 100-ൽ പരം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. കണ്ടോ അന്ന് വെടിയേറ്റത്, മറ്റേ വെടിയേറ്റത്, ഇവിടെ എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ല. നമ്മളത് വലിയ ദർജയാക്കിയാ പറയാം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഖന്തക്കിൽ അമ്പ് തറച്ചു. അദ്ദേഹം ദ്വാരുന്ന എന്താ, പടച്ചവനെ ഒന്നുകിൽ ഈ മുറിവിൽ ജിന്നെ മരിപ്പിക്കണം, ഷഹീദാക്കണം, അല്ലെങ്കിൽ എന്നെ ഇനി ജീവിപ്പിക്കുകയാണെങ്കിൽ മക്കാ മുശ്രിക്കുകളോട് ഏറ്റുമുട്ടാനുള്ള അവസരം എനിക്ക് തരണം, എന്നിട്ട് അവസാനം എന്നെ ഷഹീദാക്കണം. എന്തായിരുന്നാലും എനിക്ക് ഷഹീദാകണം. എന്റെ ജീവൻ നീട്ടിത്തരാണെങ്കിൽ ലാസ്റ്റ് ഷഹീദാണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഷഹീദാണം. അതിലെന്ത് ചെയ്തു, ഈ നെറ്റി ചോരൊന്നായിട്ടാണ് പുറത്തു വന്ന് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഷഹീദായി. റസൂൽ ഇങ്ങനെ കരഞ്ഞു. സഅദ് ഇബ്നു മുആദിന്റെ വഫാത്ത് കാരണം അള്ളാന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടുവന്ന റസൂൽ തള്ളവരലും ഏന്തി വലിഞ്ഞാൽ നടന്നിട്ട് അദ്ദേഹത്തിന്റെ ജനാസ കടത്തിയ സ്ഥലത്ത് സ്വഹാബത്ത് ചോദിച്ചു, എന്ത് ചോദിച്ചു? മലക്കുകളാണ് ആകെ, എവിടെ നോക്കിയാലും മലക്കുകൾ, കാല് കുത്താൻ സ്ഥലമില്ല.
അവരൊക്കെ ഭൂമിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ. അവരൊക്കെ അവസ്ഥ എന്തെങ്കിലും ആലോചിച്ച് നോക്കി. എത്ര സ്വാഭാവികമാരും വഫാത്തിന്റെ ശേഷം, ഷഹീദായതിന്റെ ശേഷം വസിയത്ത് ചെയ്ത ഒരേ ഒരാളാണ് മുത്തുനബിയുടെ പ്രഭാഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖതീബുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. യമാമ യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദായത്. അദ്ദേഹം കടം കൊടുക്കാണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു വസിയത്ത്, ഇതിന്റെ കടം വീട്ടണം. അദ്ദേഹം പറഞ്ഞ ആളുടെ അരികിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോവുകയും അദ്ദേഹമാണ് ഖലീഫ. നബിന്റെ വഫാത്തിന്റെ ശേഷമാണ് യമാമ യുദ്ധം നടന്നത് മുസൈലിമത്തുൽ കദ്ദാബുമായി. നേരെ അവർ പറയാണ് ഇന്നാക്ക് കടം കൊടുക്കണ്ട, ഒന്ന് വീട്ടണം കേട്ടോ. അത് വീട്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ കാണാം. നമുക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥയില്ല, അൽഹംദുലില്ലാഹ്. അതിന്റെ ആവശ്യമല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും. കുട്ടികൾ യതീമുകളാവും. ജഅഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തിന്റെ പടക്കളത്തിൽ ഭീകരമായ രൂപത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ചെറിയ കുട്ടിയാണ്, ജഅഫർ റളിയല്ലാഹുവിന്റെ കുട്ടി. ആ കുട്ടിയെ റസൂലുള്ളാഹി തങ്ങൾ വാരിയെടുത്ത് ചുംബിച്ചു. അസ്മാ ബീവി വല്ലാതെ കരഞ്ഞു. ജഅഫർ റളിയല്ലാഹുവിന്റെ ഭാര്യ. റസൂൽ അന്നൊരു പ്രഖ്യാപനം നടത്തി. ജഅഫർ റളിയല്ലാഹുവിന്റെ കുട്ടിയെ മാറോട് അണച്ചു പിടിച്ചിട്ട് പറയാണ്, ദുനിയാവിലും ആഖിറത്തിലും ഈ കുട്ടിയുടെ പിതാവ് ഞാനാണ്. അതാണ് ആകസ്മികമായി മരണപ്പെടുന്നവരുടെ കുട്ടികളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണമെന്ന് നബി ഉറപ്പ് കൊടുത്തുന്ന. അങ്ങനത്തെ ഒരവസ്ഥ സഹോദര നമുക്കില്ല. നമുക്ക് അങ്ങനത്തെ അവസ്ഥയില്ല. ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മുഹറം വരുന്നത് ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കേണ്ടത്. എന്തായിരുന്നാലും അല്ലാഹു പറയുന്നത് അലം നജ്അലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ. ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഭൂമിയെ നാം നിങ്ങൾക്ക് സംവിധാനിച്ചു. വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്. ഉറച്ച പർവ്വതങ്ങളെ നാം സംവിധാനിച്ചു. വഅസ്ഖൈനാകും മാഅൻ ഫുറാതാ. സ്വച്ഛമായ വെള്ളത്തെ നാം നിങ്ങൾക്ക് കുടിപ്പിക്കുകയും ചെയ്തു. കണ്ടില്ലേ സഹോദര, മഴ ഒരു തുള്ളി വെള്ളം നമ്മളെ കൊണ്ട് കഴിയൂല. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാം. കൃത്രിമ മഴ വിജയിക്കൂല. സൗദി അറേബ്യ ഉണ്ടാക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിന് കഴിയൂല. അള്ളാഹുവിന്റെ ഒരു മഹാ അനുഗ്രഹമാണ് ഈ മഴ പെയ്യുന്നത്. വെള്ളം അല്ലാഹു പറയാണ്, സ്വച്ഛമായ വെള്ളത്തെ നാം നിങ്ങൾക്ക് കുടിപ്പിച്ചു. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, അവർക്ക് വമ്പിച്ച ശിക്ഷ. ഇനി ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.